അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام ورحمة الله السلام ورحمة الله وعليكم السلام. وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن، وما زلنا نتدبر عن آيات من سورة البقرة، ووصلنا أو وقفنا عند قوله تعالى: ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. وسوف نتحدث عن آية الثانية لآية 20 بعد 200 إلى آية 24 بعد 200 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح. ولو شاء الله لأعنتكم إن الله عزيز حكيم. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم. ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم. أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. كذلك يبين الله لكم الآيات لعلكم تتفكرون. يسألونك ماذا ينفقون قل العفو. അവിടെയാണ് യഥാർത്ഥ വിഷയം തുടങ്ങുന്നത്. ويسألونك ماذا ينفقون قل العفو. എന്നൊക്കെ ഇസ്ലാം വിശദീകരിച്ചു. പക്ഷേ കണക്ഷൻ പരസ്പരം ബന്ധം കിട്ടുന്നതിന് വേണ്ടി അവിടെ നമ്മൾ അർത്ഥം പറയുന്നേ ഉള്ളൂ. എന്താണ് ചിലവഴിക്കേണ്ടത് എന്ന് അവര് നിന്നോട് ചോദിക്കുന്നു. يسألونك ماذا ينفقون قل العفو. ഈ قل العفو എങ്ങനെ നിർത്തും? قل العفو വാവിനെങ്ങനെ നിർത്തും? ഇത് എന്താണ് യഥാർത്ഥത്തില് ഷഫവിയായിട്ട് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് പഠിക്കേണ്ട വിഷയമാണ് തജ്വീദ്. ഖുലിൽ അഫ്ഉ
ഊ. ഫ എന്താണ്? ഫ ഇസ്തിഫാൽ എന്ന് പറയും. ഫാല് ഈ ജസരിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് ഇസ്തിഫാലാണ്. അത് നേർത്തതാണ്. അതേപോലെ ചുണ്ട് വിടർന്നിരിക്കണം. ഇങ്ങനെ കൂടാൻ പാടില്ല. ഔ, അ, പൂ എന്ന് പറഞ്ഞ് ഊന്ന് പോലെ ഫാൻ സുക്കൂൻ പറയാൻ പറ്റില്ല. അതിന് ഇസ്തിഫാലുള്ളതാണ്. ആ ഇഫ് ഫാങ്ങനെ ചുണ്ട് അതേ നാച്ചുറൽ ഷേപ്പില് ചുണ്ട് വരണം. പിന്നെ എന്ത് ചെയ്യണം? വാവില് സുക്കൂൻ കൊടുത്താൽ നിർത്തേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? വാവിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ചുണ്ട് കൂടി വരും. അപ്പോ അതിന് ഫാ ഇതെല്ലാം എന്ത് ചെയ്യണം? ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ചുണ്ട് അതിന്റെ താഴ്ന്ന് ചുണ്ടും നാവും ചുണ്ടും പല്ലും ഒക്കെ നേർത്ത് വായുടെ അകം നേർത്ത് ഇരിക്കുക എന്നാണ് ഇസ്തിഫാൽ എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. അങ്ങനെ ഇരിക്കണം. എന്നിട്ട് അതിനും പറയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് വാവിന് സുക്കൂൺ കഴിഞ്ഞത്. വാവിന് സുക്കൂൺ കൊടുക്കുമ്പോൾ ചുണ്ട് കൂടി ഇത്രേ ഉള്ളൂ. കെദാലിക്ക് യുബയ്യിനുള്ള അപ്പോ മിച്ചമുള്ളത് എന്ന് പറയുക. കെദാലിക്ക് യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് ഹയാത്തി ലഅല്ലക്കും തതഫക്കറൂൻ. അപ്രകാരം അവൻ നിങ്ങൾക്ക് സുവ്യക്തമാക്കി തരുന്നു. അതായത് അള്ളാഹ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു അൽ ആയാത്തി സൂക്തങ്ങളെ. ലഅല്ലക്കും തതഫക്കറൂൻ നിങ്ങൾ ഉറ്റി ആലോചിക്കുന്നതിന് വേണ്ടി, ചിന്തിച്ച് ഗ്രഹിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. നമ്മൾ ചിന്തിച്ച് ഗ്രഹിച്ച് പാഠം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ പാഠം കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതൊന്നും പാഠം കിട്ടൂല. സ്ക്രീന് കിട്ടില്ലല്ലോ, സ്ക്രീന് കാണില്ലല്ലോ. ഉസ്താദ് പറയുന്ന കേൾക്കുന്നു. സ്ക്രീന് ഇങ്ങനെ കറങ്ങി കളിക്കാണല്ലോ. ഇപ്പൊ കണ്ടു. സ്ക്രീന് കറങ്ങി കളിക്കുന്നു. വേറെ ആർക്കെങ്കിലും കറങ്ങുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ല. അപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ശരിയായി. ഇതുവരെ പ്രശ്നമാണ്. നിങ്ങളെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ചെയ്യണം, കേബിൾ കണക്ട് ചെയ്യണം കേട്ടോ. കേബിൾ കണക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ, അവരോട് പ്രത്യേകം പറയണം. ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ക്ലാസ് നടക്കുന്ന സമയം, രാത്രി കണ്ടിന്യൂസ് ക്ലാസ് നടക്കും. അപ്പം ബ്രേക്ക് വരാൻ പാടില്ല എന്ന് ഈ കേബിൾ കണക്ഷൻ തരുന്നവരോട് പറയണം. അപ്പൊ അവര് അതിന്റെ സെറ്റപ്പ് ഒക്കെ കറക്റ്റ് ആക്കും. സാധാരണ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കട്ടായാലും കുഴപ്പമില്ല. അതേസമയം ക്ലാസ് ആകുമ്പോൾ ഇടയ്ക്ക് കട്ടായ ചില പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അവിടെ പറയുന്നത്. ജീവിതം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അതങ്ങ് മിസ്സായി. അപ്പൊ അതുകൊണ്ട് ഞാനത് കണക്ഷൻ ഒന്നും വരാതെയാണ് പ്രത്യേക സമയമൊക്കെ എടുത്ത് അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് തുടങ്ങുന്നത്. ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പവറിലല്ല. പവറിൽ ഇടയ്ക്കിടയ്ക്ക് പവറിനും പ്രോബ്ലം ഉണ്ടാവും. പവർ പോയിട്ട് വരുന്ന ചിലപ്പോൾ നമ്മൾ അറിയില്ല. പോയി ഉടനെ തന്നെ വരും, മിന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ പലപ്പോഴും സംഭവം ഉണ്ടാവും. അങ്ങനെയൊക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. എനിവേ, അപ്പൊ ഉറ്റ ആലോചിക്കണം. എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ഇപ്പൊ നമ്മളെ തബരി എന്ന് പറയുന്നു, ഇബ്നു കസീർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അമാനിമലൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തഫ്സീർ പേര് പറയുന്നു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. അവരൊക്കെ എഴുതി വെച്ചത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ എഴുതി വെച്ച എല്ലാത്തിനും ലിമിറ്റേഷൻ, പരിമിതികളുണ്ട്. അവരുടെ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും പരിമിതികളുണ്ടാവും. അത് ഖുർആൻ എന്ന് പറഞ്ഞ സ്ഥലകാല പരിമിതികൾക്ക് അപ്പുറത്താണ്. സ്ഥലവും കാലവും ഒന്നും അതിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ഒരു പരിമിതിയും അതിനില്ല. അപ്പൊ നമ്മൾ അതിൽ ആലോചിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആനുകാലികമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. എഴുതി വെച്ചതൊക്കെ അതിന് മാർഗദർശനമായി സ്വീകരിക്കാം എന്ന്. എന്തായാലും ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. പിന്നെന്താ പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത് ഫി ദുനിയ വൽ ആഖിറ. ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ മതത്തിന്റെ കാര്യത്തിൽ മാത്രം ചിന്തിച്ചാൽ മതി, ഗവേഷണം നടത്താൻ മതി എന്നൊക്കെ വിചാരിക്കും. ഇജ്തിഹാദ് എന്നൊക്കെ പറയുന്നു. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഗവേഷണം. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്ര പരിശ്രമം നടത്തി. അപ്പൊ ഇജ്തിഹാദ് എന്ന് പറഞ്ഞ ഗവേഷണം എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിൽ നമ്മൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നൊക്കെ പറയുന്ന പോലെ സ്വലാത്ത്, ഹജ്ജ് എന്നൊക്കെ സാങ്കേതിക പദങ്ങളുണ്ട്. സൗമ്, ഹജ്ജ്, ഉംറ എന്നൊക്കെ പറയുന്ന സാങ്കേതിക പദങ്ങളാണ്. അതേപോലെ തന്നെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഗവേഷണം എന്നാണ്. അപ്പൊ ഗവേഷണം നടത്തേണ്ടത് മതപരമായ കാര്യങ്ങളിൽ മാത്രമാണെന്ന് വിചാരിക്കും. അത് ഫി ദുനിയ വൽ ആഖിറ ലഅല്ലക്കും തതഫക്കറൂന ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിൽ സമീപസ്ഥമായ ലോകത്തും പരലോകത്തും അന്തിമമായ ലോകത്തും, അന്തിമ ജീവിതത്തിന്റെ ലോകമെന്നും പറയാം, പിന്നെ പുനരുത്ഥാനത്തിന്റെ ലോകം അവസാനിക്കുന്നതിന് ശേഷമുള്ള ജീവിതം,
എന്തായിരുന്നാലും സമീപസ്ഥമായ ജീവിതവും വിദൂരമായ ജീവിതവും അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്നതായ ജീവിതം രണ്ടിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. സമീപസ്ഥമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അടിക്കടി ചിന്തിച്ചുകൊണ്ടിരിക്കണം. കാരണം വളരെ ദ്രുതഗതിയിലാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മൾ കഴിഞ്ഞ മൊബൈൽ യുഗം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. മൊബൈൽ യുഗം മുമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് ഒരാൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സന്ധ്യയായി. ഞാൻ അവിടെ നിന്നപ്പോ അയാൾ എന്റെ ഫോട്ടോ എടുക്കുന്നു. അതേ കാലം മൊബൈലിൽ ഫോൺ ക്യാമറ ഉണ്ട്, അവനിങ്ങനെ കളിക്കുന്നത് നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിൽ 99% ആൾക്കാരിലും ഫോണിലും ക്യാമറ ഇല്ല, ഒരു യുഗം ഉണ്ടായിരുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെയുള്ള കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് കുറെ അധികം വർഷങ്ങളെടുത്തു നമുക്ക് തോന്നും. ഏതാണ്ട് 90കളിൽ മുതൽ ഇപ്പൊ 25, 10, 35 വർഷം. 90കളിൽ അതിന്റെ ആരംഭമാണ്. 95, 2003 അത് 2000-ന് ശേഷമാണ് സർവ്വവ്യാപിയായത്. ഒരു 10-25 വർഷം അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരുന്നത് ഏതാനും ദിവസങ്ങൾക്കകം പരിവർത്തനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭയങ്കര മാറ്റം ഉണ്ടാകും. അപ്പൊ ഭയങ്കര ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. ആ ലോകത്തെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ആലോചിക്കണം. പതുക്കെ ആലോചിച്ചാൽ പോരെ. ഞാൻ നാളെ ആലോചിക്കാം, മറ്റന്നാൾ ആലോചിക്കാം, ഇനി സമയം കിട്ടും എനിക്ക്, എന്റെ ഒഴിവൊക്കെ ഉണ്ടായിട്ട് ആലോചിക്കാമെന്ന് വിചാരിച്ചാൽ അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതിലൊന്നും നമുക്ക് ചിന്ത ഉണ്ടാവില്ല. അപ്പൊ അതെപ്പോഴും ആലോചിച്ചിട്ടിരിക്കണം. ഇന്നിപ്പോ എന്താ മരുന്ന് വന്നു, നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും മരുന്ന്. അപ്പൊ മരുന്നെന്ന് പറയും മരുന്നെല്ലാം വിഷമാണെന്ന് മനസ്സിലായി. മരുന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് വിഷമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരെല്ലാം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അവര് ആ വിഷം പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിഷം ആകുന്ന മരുന്ന് അല്ലെങ്കിൽ മരുന്നെന്ന പേരിലുള്ള വിഷം അവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ്. ഇന്ന് നമുക്ക് മരുന്ന് നിയന്ത്രണ ബോർഡും അതുപോലെ കാര്യങ്ങളൊക്കെ, അതെല്ലാം എന്താണ്, നോക്കുകുത്തികളാണെന്ന് മനസ്സിലായി. മറുഭാഗത്ത് വേറെ ചില സൂക്ഷിക്കേണ്ട സൂക്ഷിപ്പുകാരെന്ത് ചെയ്യുന്നു, അത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. എന്നാലും ചോദിക്കാം. അപ്പൊ ഇത് ദ്രുതഗതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതത്തിലും ഈ സംഭവങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ദുനിയാവിലും സമീപസ്ഥമായ ലോകത്തും ചിന്തിക്കാനുണ്ട്, ഒരുപാട് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അപ്പോഴാണ് ആഖിറത്തിനെ കുറിച്ച് മനസ്സിലാവുക. അപ്പോ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാം. യസ്അലൂനക, അപ്പോ ചിന്ത അനന്തമായി പോവുകയാണ്. വയസ്അലൂനക അനിൽ യതാമ, യതാമയെ കുറിച്ചും ചോദിക്കുന്നു. യത്തീമിന്റെ ബഹുവചനം നമ്മുടെ യത്താമെന്നും, യത്താമയ്ക്ക് വേറൊരു ബഹുവചനോട് ഉണ്ടല്ലോ, യത്തീമിന് എന്ന് പറയും. യസ്അലൂനക എഴുതി ഗ്രൂപ്പിലിട്ട് ആരൊക്കെ ഉണ്ട് എന്നെ കൂടാതെ? ഞാൻ എഴുതി അത്രയും കിട്ടിയോ? ഇല്ല, അത്ര കിട്ടിയില്ല. എത്ര എണ്ണം എഴുതിയിട്ട്? എത്ര യസ്അലൂനക കിട്ടി? 11. 11 കിട്ടിയുള്ളൂ. ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുക. അപ്പോ പല തരത്തിലുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ഉസ്താദ് ഇട്ടെന്നാ വലിയൊരു ഉപകാരമായിനി, നമുക്ക് കണ്ടുപിടിക്കാൻ. നമുക്കൊരു പണിയാണ്. ഉസ്താദ് പണിയെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. നടക്കൂല കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതല്ലേ ഗ്രൂപ്പില് വന്നു. അപ്പൊ അത് വായിച്ചു നോക്കിയാല് ChatGPT നോക്കണോ, അത് നോക്കണോ, എന്തൊക്കെയോ പണി. ഞാൻ ഒരുപാട് സംഗതികൾ നിങ്ങൾ തന്നിട്ടുള്ള സംഗതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് corpus.com എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് പെട്ടെന്ന് കോപ്പി എടുക്കാൻ എളുപ്പം. ChatGPT എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, എപ്പോഴും എന്തല്ല, റിലയബിൾ അല്ല കേട്ടോ. അവർ പോയി കണ്ടുപിടിച്ച് അതിനൊരു ബുദ്ധി കൊടുത്തിരിക്കുകയാണ്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് വർക്ക് ചെയ്യാണ്. നിർമ്മിത ബുദ്ധി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ആ ബുദ്ധി ഉപയോഗിച്ചത് വർക്ക് ചെയ്യാണ്. കാരണം അത് അപ്പൊ എന്തല്ല, അതിന് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതിന് കംപ്ലീറ്റ് ഒരു വിഷയവും കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ChatGPT എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന് ഒരു ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക. ആ ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, അത് പോയി തിരഞ്ഞു പിടിക്കുകയാണ്. ഞാൻ നേരത്തെ നമ്മളെ തജ്വീദ് ഉസ്താദ് പറഞ്ഞു, ഒരു സ്റ്റുഡന്റ് ChatGPT നോക്കിയിട്ട് ഒരു തജ്വീദിന്റെ നിയമം പറഞ്ഞു, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞാണ് കറക്റ്റ്, കുട്ടി പറഞ്ഞ തെറ്റാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഉറപ്പെടുത്താൻ പറയുന്നു. ഞാൻ തന്നിട്ട് ChatGPT നോക്കിയപ്പോൾ അപ്പോഴും പൊട്ടത്തരാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച അദ്ദേഹം ഇംഗ്ലീഷ് സെർച്ച് ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ അറബി ചോദിച്ചപ്പോഴും അതും തെറ്റാണ് പറഞ്ഞത്. അപ്പോ ഫുള്ള് റിലയബിൾ അല്ല കേട്ടോ.
അതായത് നമ്മൾ ഒരു സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ സൈറ്റ് ആധികാരികമാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ChatGPT പോയി പല എനിക്ക് സൈറ്റുകളിൽ നെറ്റ് പോയല്ലോ. കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കുകയാണ്. പോയി, നെറ്റ് ഇപ്പൊ നെറ്റ് ഉണ്ട്, നിങ്ങളെ സംസാരം കേൾക്കുന്നുണ്ട്, അത് കട്ടായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു തന്നതാണ്, അതെന്തല്ല, പൂർണ്ണമായും റിലയബിൾ അല്ല. അപ്പൊ നമ്മൾ പിന്നെ ഉപയോഗിക്കാമെന്ന് മാത്രം, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. ശരി, അപ്പൊ ഞാനത് ഇട്ടിട്ടുണ്ട്. ഇത് യെസ് അലൂനക്ക, പിന്നെ യെസ് അലൂക്ക ഉണ്ട്, നിന്നോട് ചോദിക്കുന്നു എന്നുണ്ട്. അവൻ നിന്നോട്, അല്ല, യെസ് അലൂക്ക അഹ്ലുൽ കിതാബ് എന്നാണ്. അപ്പൊ വേദക്കാർ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ യെസ് അലൂനല്ല, എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നു എന്നാണ്. പിന്നെ യെസ് അലൂനക്ക, വീണ്ടും യെസ് അലൂക്ക നാസും ഉണ്ട്. അപ്പൊ യെസ് അലൂനല്ല, യെസ് അലൂക്ക നാസു, ജനങ്ങൾ നിന്നോട് ചോദിക്കുന്നു. പിന്നെ യെസ് അലൂന ഉണ്ട്, യെസ് അലൂന അയ്യാന യൗമുദ്ദീൻ, അവർ ചോദിക്കുന്നു നിരുപാധികമായിട്ട്, നിന്നോടെന്നല്ല, അവർ ചോദിക്കുന്നു. പിന്നെ സായിലും വ്യാജാബിൻ വാക്യങ്ങൾ, ചോദിച്ചു കഴിഞ്ഞു. വ്യാജാബിൻ വാക്ക് ചോദ്യകർത്താവ് ചോദിച്ചു എന്ന് പറയും. അതേപോലെ യെസ് അലു അയ്യാന യൗമുൽ ഖിയാമ, അതും ഒരു ചോദ്യമാണ്. അതേപോലെ വീണ്ടും യെസ് അലൂന കാനിൽ സാഅത്തി എന്ന സൂറത്തു എന്തായാലും അത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ഓരോ വിഷയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് തന്നല്ലോ, ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത്, കണ്ടുപിടിച്ചത് വെച്ചിട്ട് ഏതൊക്കെ വിഷയത്തെ കുറിച്ചാണ് ജനങ്ങൾ ചോദിച്ചത് എന്ന് വിഷയങ്ങൾ എഴുതിയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അതിന് മനസ്സിലാണോ? താഴത്തുണ്ട്. ഇദ്ദേഹത്തിന് മുമ്പൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ സമ്മറി എടുത്താണെന്ന് എനിക്ക് ഓർമ്മ. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഉത്തരം മാത്രമാണ്. നമുക്കറിയാം, സൂറത്തു യൂസുഫ്, സൂറത്തു ഖസസ്, സൂറത്തു കഹഫ്, ഇതൊക്കെ എന്താണ്, ഉത്തരങ്ങളാണ്. സൂറത്തു കഹഫിൽ യസ്അലൂനക വരുന്നുണ്ട്, പക്ഷെ തുടക്കം എന്താണ് പറഞ്ഞു വരുന്നത്, അവർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ ചോദ്യങ്ങളും പറഞ്ഞിട്ടില്ല, ചിലതിലേക്ക് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്, ചിലതിലേക്ക് ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മളും അഭിമുഖീകരിക്കണം. ചോദ്യത്തിൽ നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഇസ്ലാഹുൽ ലഹും ഖൈർ, അവരുമായി നല്ല നിലയിൽ, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതാണ് ഇസ്ലാഹുൽ ലഹും, അവർക്ക് വേണ്ടി. എന്താണ് അസ്ലഹ യുസ്ലിഹു, എന്താ അർത്ഥം? ഇസ്ലാഹ്, നന്മ ചെയ്യുന്നു പറഞ്ഞാരാ? നമ്മൾ ആദ്യം പറയേണ്ടത് പഠിച്ച രീതിയിലുള്ള അർത്ഥം പറയണം. എന്നാലേ നിങ്ങൾ പഠിച്ചിട്ടാണ് ഉത്തരം പറയുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ എഴുതി വെച്ചതുപോലെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കാൻ നിങ്ങൾ ട്രാൻസ്ലേഷൻ അപ്പൊ എന്ത് ചെയ്യണം? അസ്ലാഹയുടെ അർത്ഥം എന്താ? ഇസ്ലാഹും അവർക്ക് വേണ്ടി, അതെ, അവർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തത്, അല്ലെങ്കിൽ അവരെ നന്നാക്കല്, അവർ സാമ്പത്തികമായി നന്നാക്കല്, അവരെ ജീവിതം നന്നാക്കല്, അവരെ അവസ്ഥ നന്നാക്കല്, ഇതൊക്കെയാണ് ഉത്തമ ഹൈറായിട്ടുള്ളത്. അതിനാണ് നന്മ ചെയ്യൽ എന്നൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത്. തുഹാലിത്തൂനയുടെ മാറി എന്താണ്? ഏത് ഗ്രൂപ്പ്? നിങ്ങൾ അവരുമായി ഇടപഴകിയാൽ, ഇടകലർത്തിയായിരുന്നു, കാലത്തെ ഇടകലർത്തി.
ഇട കലർന്നു അല്ലെങ്കിൽ ഇട കലർന്നാൽ എന്താണ്? നിങ്ങൾക്കത് സയഹ്വാനക്കും അവർ നിങ്ങൾ അവരുമായി ഇടകലർന്ന് ജീവിച്ചാൽ അതെന്താണ്? അത് നിങ്ങൾക്ക് അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഇവിടെ രണ്ട് വിഷയമുണ്ട്. ഒന്നെന്താണ്? അവരുമായി ഏറ്റവും നല്ല രീതിയിൽ സാഹോദര്യമായ രീതിയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ, സാഹോദര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ടാവും, ജ്യേഷ്ഠന്റെ മക്കള് നമ്മുടെ അണ്ടറിലായിരിക്കും വരിക. അപ്പൊ എന്താണ്? അവർ യത്തീമാണ്. അപ്പൊ അവരുടെ സഹോദരന്മാരെ പോലെ പെരുമാറണം എന്ന് പറഞ്ഞാല് നമ്മളെ മക്കളെ പോലെ അവരെ കാണണം എന്നർത്ഥം. അതെല്ലാം അന്യരാണെങ്കിൽ എന്താണ്? നമ്മൾക്ക് റിലേഷൻ ഇല്ലാത്തവരാണ് നമ്മളെ ഉത്തരവാദിത്വത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ ഉമ്മ വെച്ചതുപോലെ അവരുമായിട്ട് വർത്തിക്കാൻ തുടങ്ങും. ഒന്ന്. രണ്ടാമതൊരു കാര്യം, അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ സമ്പത്തുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്. അവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ അവരുടെ സമ്പത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ യഹ്വാനുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചതിന് ശേഷവും അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അവരുടെ സ്വത്തിൽ നിന്നും എന്താകാൻ പാടില്ല? നമ്മുടെ സ്വത്തിലേക്ക് അത് കടന്നു പോകാൻ പാടില്ല. അവരുടെ സ്വത്ത് നമ്മൾ അന്യായമായി എടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താണ്? നിങ്ങൾ സൂക്ഷ്മത പാലിച്ചതിന് ശേഷവും അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയാൽ അത് കുഴപ്പമില്ല എന്നാണ്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്. അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലാഹു യഅലമുൽ മുഫ്സിദ. പ്രശ്നമുണ്ടാക്കുന്നവനെ അള്ളാഹ് അറിയാം. മിനൽ മുസ്ലിഹ്, നന്നാക്കുന്നവനിൽ നിന്നും. അപ്പൊ നന്നാക്കുന്നവനെയും കുഴപ്പമുണ്ടാക്കുന്നവനെയും അള്ളാഹ് അറിയാം. അള്ളാഹു യഅലമുൽ മുഫ്സിദ. അഫ്സദ് കുഴപ്പമുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. മുസ്ലിഹ് നന്നാക്കുന്നവൻ. നന്മ ചെയ്യുന്നവനെയും കുഴപ്പമുണ്ടാക്കുന്നവനെയും, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവനെയും കുഴപ്പമുണ്ടാക്കുന്നവനെയും അള്ളാഹ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പരമാവധി സൂക്ഷ്മത പാലിക്കണം. വലൗ ശാ അല്ലാഹു ലഅനതകും. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് തികച്ചും ഇന്നത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായ രീതിയിൽ അതിന് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റും. ഇപ്പം പൈസ ഉണ്ടെങ്കിൽ 2 അക്കൗണ്ടായിട്ട് സൂക്ഷിക്കാം. അനാഥരുടെ സ്വത്ത് വേറെ അക്കൗണ്ടിലും സ്വന്തം സ്വത്ത് വേറെ അക്കൗണ്ടിലും സൂക്ഷിക്കാം. എന്നിട്ട് 2 ആപ്ലിക്കേഷനിലൂടെ അത് കൈകാര്യം ചെയ്യാം. ഒന്ന് ഗൂഗിൾ പേയിലാണെങ്കിൽ ഒന്ന് ഫോൺ പേയിൽ ഉപയോഗിക്കാം, ഒരേ ഫോണിൽ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ സൂക്ഷിക്കാനുള്ള അവസരങ്ങൾ, അതിനുള്ള ഉപാധികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉപാധികൾ പരമാവധി സൂക്ഷിക്കണമെന്നർത്ഥം. വലൗ ശാ അല്ലാഹു ലഅനതകും. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. അപ്പോ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തികച്ചും അവരുടെ പണം വേറെയും നിങ്ങളുടെ പണം വേറെയും തന്നെ സൂക്ഷിക്കണം എന്ന് തന്നെ പറയുമായിരുന്നു. ഇന്ന് അത് സാധ്യമാണ്. അപ്പൊ ഇന്ന് സാധ്യമായിരിക്കെ ഓക്കെ അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്, ഇവിടെ കലർത്താൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ അക്കൗണ്ടും പിന്നെ അനാഥരുടെ സ്വത്തും നമ്മളെ സ്വത്തും കൂടെ ഒരു അക്കൗണ്ടിൽ കൊണ്ട് നിക്ഷേപിക്കണമെന്ന് അത് പാടില്ല. അപ്പൊ എന്താണ്? അത് നമ്മൾ മനഃപൂർവ്വം ഇടകലർത്തുക. അപ്പൊ നമുക്ക് കണക്ക് നോക്കാൻ ബുദ്ധിമുട്ടായി. മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അക്കൗണ്ടായിട്ട് വേറെ സൂക്ഷിക്കുക. അസീസുൻ ഹക്കീം. അള്ളാഹ് അജയ്യനും പ്രതാപവാനും യുക്തിമാനും. ഒരു സംഭവം ഉണ്ട്, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് നമുക്ക് പരസ്പരം എന്ത് ചെയ്തുകൂടാ? മതപരമായ അതിർത്തികൾക്കപ്പുറം മിശ്ര വിവാഹങ്ങൾ എന്നൊക്കെ പറയുന്ന ഭയങ്കര സോഷ്യൽ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ വിഷയം? തീം ഒന്നായിരിക്കണം. അവർ രണ്ടുപേരുടെയും വിശ്വാസ ആദർശം ഉണ്ടല്ലോ, അവര് ഉറച്ചു നിൽക്കുന്ന ഒരു മൂലപ്രമാണം അല്ലെങ്കിൽ രണ്ടുപേരുടെയും തീം, ജീവിത രീതി, ജീവിത ലക്ഷ്യം, ഇതൊക്കെ എന്തായിരിക്കണം? ഒന്നായിരിക്കണം.
ആശയ ആദർശങ്ങളിൽ ആശയപ്പൊരുത്തം ഉള്ളവൻ തമ്മിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിന്റെ പേരിലാണ് നിലകൊള്ളുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിലാണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിൽ ആശയത്തിന്റെയും ആദർശത്തിന്റെയും യോജിപ്പോടുകൂടി മാത്രമേ വിവാഹബന്ധം നടത്തൂ. അതാണ് വലാ തൻകിഹുൽ മുശ്രിക്കാത്തി, ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. നക്കഹ നക്കഹ യൻഹു വിവാഹം യൻകഹു എന്ന് പറഞ്ഞാൽ നക്കഹ യൻകിഹു എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു. നക്കഹ വിവാഹം ചെയ്തു. അൻകഹ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ മകളെ ഞാൻ, അതായത് എന്റെ സഹോദരിയെ ഞാൻ വേറൊരു വരന് വിവാഹം കഴിച്ചു കൊടുത്തു. അൻകഹ എന്ന് പറയും. നക്കഹ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പൊ ലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്. അരെ അൽ മുശ്രിക്കാത്തി, ബഹുദൈവ വിശ്വാസിനികളെ, ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. അപ്പൊ പൂർവ്വകാലത്ത് അവര് അവിശ്വാസിനിയായിരുന്നു, പിന്നീട് അവർ വിശ്വാസിയായി, നിങ്ങൾ തമ്മിൽ ആശയ ആദർശങ്ങൾ ഒന്നായി എങ്കിൽ, തൗഹീദിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. അപ്പോൾ അവരുടെ മുൻകാലം പ്രശ്നമല്ല. വല അമത്തും മുഅ്മിനത്തുൻ, നിങ്ങൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസിനികളെ ലാ തൻകിഹു, വിവാഹം കഴിക്കരുത്. അതായത് ഖുർആന്റെ വിലക്കാണ്. അപ്പൊ എന്തായി? പിന്നെ ഹറാമായി മാറി. ഹത്താ യുഅ്മിൻ, അവർ വിശ്വസിക്കുന്നവരെ. അപ്പൊ യുഅ്മിൻ എന്നുള്ളത് എങ്ങനെ നിർത്തും? രണ്ട് ഹർക്കത്ത് മണിച്ചു നിർത്തണം. ഇൽഹാർ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇഖ്തിലാബും ഇൽഹാറും ഒന്നും വരാൻ പാടില്ല. ഇഖ്തിലാബ് വരാൻ പാടില്ല, കൽക്കലത്ത് വരാൻ പാടില്ല. ഹത്താ യുഅ്മിൻ, രണ്ട് ഹർക്കത്ത് മണിച്ച് നിർത്തുക. ഒന്നും വരാൻ പാടില്ല. വല അമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅ്ജബത്കും. വല അമതും മുഅ്മിനത്തുൻ, ഒരു ദാസിയാണ്, അടിമ സ്ത്രീയാണ്, വിശ്വാസിയാണെങ്കിൽ, വിശ്വാസിയായ അടിമ സ്ത്രീയാണ് ഖൈർ, ഉത്തമം. മിൻ മുശ്രികത്തിൻ, ബഹുദൈവ വിശ്വാസിനിയേക്കാൾ. വലൗ അഅ്ജബത്കും, അവൾക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര കുലീനയാണെങ്കിലും, എത്ര മഹത്വമുള്ളവരാണെങ്കിലും, എത്ര വലിയ ഉദ്യോഗസ്ഥയാണെങ്കിലും, അൽജബ എന്ന് പറയാം, ആശ്ചര്യപ്പെടുത്തി, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി. വല അൽജബത്തുക്കും, അവൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പോലും ഒരു ദാസിയാണ്, ഒരു അടിമ സ്ത്രീയാണ് ഉത്തമം. വിശ്വാസിയാണെങ്കിൽ അടിമ സ്ത്രീയാണ് ഉത്തമം, വെറുതെ വിശ്വാസിനേക്കാൾ. ലാ തൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു, ലാ തുൻകിഹു, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. അൽ മുശ്രികീന, ആർക്ക്? വെറുതെ വിശ്വാസികൾക്ക്. അപ്പൊ മുശ്രികീന എന്നാണ് പറയുന്നത്. നിങ്ങൾ പെൺകുട്ടികൾ രക്ഷകർത്താക്കളാണെങ്കിൽ, നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ കീഴിലുള്ള പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. മുശ്രികീന, ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാർക്ക്. ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നവരെ. അപ്പൊ പൂർവ്വകാലത്ത് അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു, ഇപ്പോൾ അവർ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിവാഹം കഴിച്ചു. വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅ്ജബകും, വിശ്വാസിയായ ഒരു ദാസനാണ്, ഒരു അടിമയാണ് ഉത്തമം ബഹുദൈവ വിശ്വാസിയായ ഒരുത്തനേക്കാൾ. അവൻ എത്ര തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും, കുലീനനാണെങ്കിലും, സമ്പന്നനാണെങ്കിലും ശരി. ഹലോ അഴ്ജബക്കും, അവൻ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും. അമത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അബദൻ. ഓപ്പോസിറ്റ് അല്ല, ഓപ്പോസിറ്റ് ജെൻഡറാണ്. അബദിന്റെ സ്ത്രീലിംഗമാണ് അമത്ത്. അബദ്, അബദൻ, അമത്ത്.
അബദുൻ അബദും അടിമ, അതിന്റെ അതിന്റെ സ്ത്രീലിംഗമാണ് അമത്തുൻ. സ്ത്രീലിംഗം അമത്ത്. ആ, അമത്തുൻ. അമത്തിന്റെ ബഹുവചനമാണ് ഇമാ ഉൻ. ഇമാ ഉൻ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി. അള്ളാഹിന്റെ ദാസികളെ, അള്ളാഹിന്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്നും വിലക്കരുത്. അപ്പൊ ഇമാ എന്നാ പറഞ്ഞത്. അമത്തിന്റെ ബഹുവചനമാണ് ഇമാ. ഓക്കെ, വായിച്ചു മുഷീക്കും വലവ് അഴിജബക്കും. അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ആദർശ പൊരുത്തമാണ് നോക്കേണ്ടത്. ഉലൈക യദ്ഊന ഇലന്നാർ, അവർ ഇരിക്കുകയാണ്, അവർ യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മുശ്രിക്കുകളെ വിവാഹം കഴിക്കാൻ പാടില്ല, മുശ്രിക്കാത്തിന് വിവാഹം കഴിക്കാൻ പാടില്ല എന്നിടത്ത് എന്തുകൊണ്ട് നേരത്തെ നമ്മൾ അൽ-മാഇദ നമ്മൾ പഠിക്കാൻ പോകുന്നിടത്ത് എന്താ പറയുന്നത്? ബഹുദൈവ അഹ്ലു കിതാബുകാരായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താ? അപ്പൊ നമ്മൾ ആദർശത്തിന്റെ കാര്യം നോക്കുക. അപ്പൊ ആദർശത്തിൽ അവർ എന്തായിരിക്കണം? സമീപസ്ഥമായ ഗ്രന്ഥത്തിൽ അതായത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് അവതരിച്ച ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നവരെയാണ് വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ആയ സ്ത്രീകളെയാണ് വിവാഹം കഴിക്കാൻ കിതാബ്. അവിടെയും പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഖുർആൻ നിയമം പറയുമ്പോൾ അനുവദനീയത്തിന്റെ പരമാവധിയാണ് പറയുന്നത്. അനുവദനീയത്തിന്റെ പരമാവധി. ഇപ്പം ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിഷിദ്ധമായ സ്ത്രീകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിഷിദ്ധമായ സ്ത്രീകളെ ഒഴിച്ച് ബാക്കി എല്ലാ മുസ്ലിം സ്ത്രീകളെയും എന്ത് ചെയ്യാം? കഴിക്കാവുന്നതാണ്, അനുവദനീയമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയുള്ള അതേപോലെ പോലുള്ള നിയമങ്ങൾ പറയുമ്പോൾ അവിടെ എല്ലാം അനുവദനീയമാണ്, അനുവദനീയത്തിന്റെ പരിധിയാണ് പറയുന്നത്. അപ്പൊ അഹ്ലു കിതാബിനെ പണ്ഡിതന്മാർ പറയുന്നത് അഹ്ലു കിതാബിനെ വിവാഹം കഴിക്കാം, അതായത് സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്നിടത്ത് അവിടെയും നിരുത്സാഹപ്പെടുത്തുക, അതായത് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അനുവദനീയം മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണ്? അവിടെയും പൂർണ്ണമായ തൗഹീദ് നോക്കിക്കൊണ്ട് നാം വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അനുവദനീയത്തിന്റെ ഒരു പരിധി നിശ്ചയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അൽമാജ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദമായി പഠിക്കും. അവർ നരകത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമായിരിക്കും നമുക്ക് സംഭവിക്കുക എന്നാണ്. വിവാഹബന്ധം നോക്കുമ്പോൾ, ആ വിവാഹബന്ധത്തിന് നാം ആലോചിക്കുമ്പോൾ അവിടെ ആദർശത്തിനും വിശ്വാസത്തിനും ആണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തിലേക്കായിരിക്കും കൊണ്ടുപോവുക? യദ്ഊനയിലന്നാർ, നരകത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. വല്ലാഹു യദ്ഊ ഇലൽ ജന്ന, അല്ലാഹയാണെങ്കിൽ ജനങ്ങളെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി, അവന്റെ അനുമതിയോടുകൂടി പാപമോചനത്തിലേക്കുമാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അപ്പോ മീറാസ്, അനന്തരാവകാശം, അതേപോലെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകള്, അതുപോലുള്ള നിബന്ധനകൾ പറയുന്ന ഹറാമും ഹലാലും പറയുന്ന സ്ഥലങ്ങളിലൊക്കെയും അള്ളാഹ് അഭിജ്ഞനാണ് എന്ന്, അള്ളാഹ് ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ വേറൊരു ശൈലിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം എന്ത് പറഞ്ഞു? യുബയ്യിനു ആയാതിഹി, അള്ളാഹ് അവന്റെ സൂക്തങ്ങളെ സുവ്യക്തമായി വിശദീകരിച്ചു തരുന്നു. പിന്നെ ജനങ്ങൾക്ക് ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളണം എന്നാ പറഞ്ഞിട്ടുണ്ടാവും.
ആദർശത്തിന്റെ പേരിലാണ് വിവാഹം കഴിച്ചിട്ടുള്ളതെങ്കിൽ ആദർശം വ്യതിചലിക്കുകയില്ല. ആദർശം വ്യതിചലിച്ചാൽ എന്തായി? അവർ സ്പ്ലിറ്റായി പോകും. അതേസമയം സൗന്ദര്യത്തിന്റെ പേരിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെടുന്നതോടുകൂടി അവർ തമ്മിൽ വെറുപ്പുണ്ടാകും. സമ്പത്തിന്റെ പേരിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെടുന്നതോടുകൂടി അല്ലെങ്കിൽ കുറയുന്നതോടുകൂടി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഏതെങ്കിലും ഒന്നിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ, അവര് ജീവിത പങ്കാളികളാകുന്നുണ്ടെങ്കിൽ അത് പിന്നീട് മാറാൻ സാധ്യതയുണ്ട്. അതേസമയം ആദർശത്തിന്റെ പേരിലാണെങ്കിൽ അവരെപ്പോഴും അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. ഇതായിരിക്കണം, തത്വാധിഷ്ഠിതമായിരിക്കണം. ഒരു തത്വത്തിന്റെ അധിഷ്ഠിതമായിട്ടാണ് കുടുംബജീവം എന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു ഘടകമാണ്. അത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലഹും അവർ ചിന്തിച്ച് പാടാൻ. പറയുന്നത് മുശ്രിക്കുകളാണ്. അതെ, മുശ്രിക്കാത്ത് അവര് എന്ത് ചെയ്യും? മുശ്രിക്കാത്തിനെ കല്യാണം കഴിക്കുകയോ മുശ്രിക്കുകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ അവർ എന്ത് ചെയ്യും? നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഉലായിക്ക എന്ന് പറഞ്ഞ ഇവിടെ ബഹുവചനമാണെന്ന് നോക്കണം. അപ്പൊ ബഹുവചനം ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? മുശ്രിക്കാത്തും മുശ്രിക്കീനെയാണ് മുമ്പ് പറഞ്ഞത്. അപ്പം ആ ബഹുവചനം അവരെന്ത് ചെയ്യുന്നു? അവർ ആദർശ ശത്രുക്കളാണ്. അവരെ സംബന്ധിച്ചോളം അവർ ഏതെങ്കിലും നിലയ്ക്ക് എന്താണ്? നമ്മെ ആദർശത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനേ നോക്കുകയുള്ളൂ. അതേപോലെ അഹ്ലി കിതാബിനെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾ നമ്മുടെ മക്കളെ, പുരുഷന്മാരുടെ മക്കളെ വ്യതിചലിപ്പിക്കാം എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല അവർ പുരുഷന്മാരെയും വ്യതിചലിപ്പിക്കാം സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അത് അനുവദനീയത്തിന്റെ ബോർഡർ മാത്രമാണ്. മറിച്ച് അത് നിങ്ങൾ വിവാഹം കഴിച്ചോളി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല വിവാദമായ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ടെർമിനോളജി പോലെ ഉപയോഗിക്കുന്ന നമുക്ക് യുക്തമല്ലാന്ന് തോന്നും. അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹനം നൽകുന്നില്ല. മറിച്ച് എന്താണ്? ഇസ്ലാം അനുവദനീയത്തിന്റെ ഒരു ബോർഡർ നിശ്ചയിക്കുക മാത്രമാണ്. മറിച്ച് ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ്. നാല് കാര്യത്തിന് വേണ്ടിയാണ് സാധാരണ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്. 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ജമാലിഹ, അവരുടെ സൗന്ദര്യം നോക്കിക്കൊണ്ട് കല്യാണം കഴിക്കും. മാലിഹ, അവരുടെ പണം നോക്കി കല്യാണം കഴിക്കും. ഹസബിഹ, അവരുടെ കുടുംബ വംശ മഹിമ നോക്കി കല്യാണം കഴിക്കും. ദീനിഹ, അവരുടെ ദീൻ നോക്കിയും കല്യാണം കഴിക്കും. എന്നിട്ട് പറഞ്ഞു ദീനുള്ളവളെ നോക്കിക്കൊണ്ട് നീ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയശ്രീലാളിതനാവുക. ദീനുള്ളവളെ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയശ്രീലാളിതനാവുക. തരിബത്ത് യദാക്, നിന്റെ കയ്യിൽ മണ്ണ് പറ്റിയാലും എന്നാണ് പറഞ്ഞാൽ നീ അവളെ കല്യാണം കഴിച്ചത് കൊണ്ട് നീ എന്താ പറയാ നശിച്ച് നാരായണക്കല്ല് തേടിയാലും പോലും അവസാനം എന്താ പറഞ്ഞ അങ്ങേ അറ്റത്തെ ദരിദ്രനായി പോയാൽ പോലും, നീ ദരിദ്രനായി മണ്ണ് കപ്പിയാൽ പോലും എന്ത് ചെയ്യാ ദീൻ, എന്റെ കൂടെ ഉള്ളത് ഒരു ആദർശ വിശ്വാസിയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ജയശ്രീലാളിതനാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മറിച്ചാണെങ്കിൽ അവരെല്ലാം നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അല്ലാഹു യദഉ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറത്തി ബിഇذനിഹി വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതഖൂൻ. വയസ്അലൂനക അനിൽ മഹീദ്, മഹീദിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും. മഹീദ് എന്ന് പറയുമ്പോൾ ഹൈവ് അഥവാ ആർത്തവം ഉണ്ടാകുന്ന കാലഘട്ടവും ആ സ്ഥലവും, ആർത്തവം ഉണ്ടാകുന്ന ശരീരത്തിന്റെ ഭാഗവും അതേപോലെ ആ കാലഘട്ടവും, ആർത്തവ കാലഘട്ടവും, ഇത് രണ്ടിനെയും, അതായത് സമയവും സ്ഥലവും ഉദ്ദേശിച്ചിട്ടാണ് മഹീൽ എന്ന് പറയുന്നത്. മഹീൽ. അപ്പോ ആർത്തവം, അത് രണ്ടും കൂടി ചേർത്താണ് പണ്ഡിതന്മാർ മലയാളത്തിൽ ആശ്രയം ചെയ്യുന്നത്. ഈ ആർത്തവത്തെ കുറിച്ച് ചോദിക്കുന്നതാണ്. അപ്പൊ ആ സ്ഥലത്തെക്കുറിച്ചും അതേപോലെ ആ സമയത്തെക്കുറിച്ചും ചോദിക്കുന്നു. യസ്അലൂനക, നിന്നോട് താങ്കളോട് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ, രണ്ട് പറഞ്ഞാലും അതെന്താണ്? അതൊരു അദൻ,
അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്താ മലയാളത്തിൽ പറഞ്ഞു നമുക്ക്? മ്ലേച്ഛമാണ്. മ്ലേച്ഛം. അതൊരു ബുദ്ധിമുട്ടാണ്, ഒരു ദ്രോഹമാണ്, മാലിന്യമാണ്, ഒരു ദ്രോഹമാണ്. അതാ ബുദ്ധിമുട്ട്, അതൻ, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദ്രോഹം. ഹുവ അതൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതൊരു അശുദ്ധിയാണ്, മാലിന്യമാണ്. ഫഅ്തസിലൂ, അതുകൊണ്ട് എന്ത് ചെയ്യാ? എഴുത്തസല അകന്നു, എഴുത്തസല അകന്നു നിന്നു. ഫഅ്തസിലൂ അന്നിസാ, സ്ത്രീകളിൽ നിന്നും അകന്നു നിന്നു. അപ്പൊ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നത് പോലുള്ള അകൽച്ചയല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം കൽപ്പിക്കുന്ന അകൽച്ച എന്ന് പറയുന്നത് ശാരീരികമായ ബന്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശാരീരിക ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സഹവാസങ്ങളും അനുവദനീയം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആ സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യാം? ശരീരത്തിന്റെ ആ ഭാഗം വിട്ടു നിൽക്കുക. വലാ തഖ്റബൂഹുന്ന, അവരെ സമീപിക്കരുത്. ലാ തഖ്റബൂ, നിങ്ങൾ സമീപിക്കരുത്. ഹുന്ന, ആ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുക. ബാക്കി എല്ലാ വിധത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കാം എന്ന് വ്യക്തമായും ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ? അവർ ശുദ്ധിയാകുന്നത് വരെ. ശുദ്ധിയായി. ശുദ്ധിയായി എന്നതിന് രണ്ട് വാക്കിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ശുദ്ധിയായാൽ, അവരെ സമീപിക്കുക. മിൻ ഹൈസ് അമറക്കുമുല്ലാഹ്, അല്ലാഹ് കൽപ്പിച്ച പ്രകാരം. അവിടെ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. അല്ലാഹ് ശാരീരിക ബന്ധം നടത്താൻ വേണ്ടി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ ശാരീരിക ബന്ധം നടത്താവൂ. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇസ്ലാം എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പിച്ച രീതിയിൽ മാത്രമേ ശാരീരിക ബന്ധം നടത്താവൂ. അമറക്കുമുല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഈ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹ് അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധി കാര്യത്തിൽ നിഷ്ഠ പാലിക്കുന്നവരെ. യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധരായവരെ എന്ത് ചെയ്യുന്നു? അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അല്ലാഹു യുഹിബ്ബുൽ തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അപ്പോ അത്തഹൂർ ഷത്റുൽ ഈമാൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെന്തായാലും സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന, അല്ലെങ്കിൽ നേരത്തെ ഗർഭമായി കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ നമ്മളറിയാമല്ലോ. എന്താ പറയാ, ICU എന്ന് പറഞ്ഞാൽ എന്താ? ICU അറിയില്ലേ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ മലയാളത്തിൽ എന്താ പറയാ? അത്യാഹിത വിഭാഗം. അതല്ല, അത്യാഹിതം എന്ന് പറഞ്ഞാൽ അല്ല, അത്യാഹിത അല്ല, തീവ്രപരിചരണ വിഭാഗം. തീവ്രപരിചരണ മുറി, അതാണ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് വിഭാഗം. അപ്പൊ ഈ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് അവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായി? ആവശ്യമില്ലാതെ എന്ന് ബോധ്യപ്പെട്ടു ശരീരത്തിന്. അതെന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാന്ന് ബോധ്യപ്പെട്ടു. അതേപോലെ അത് എക്സ്പയർ ആയി. ആ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ സാധനം എക്സ്പയർ ആയി. അത് എക്സ്പയർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്? പുറന്തള്ളുകയാണ് ശരീരം. ശരീരം തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രത്യേകം പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അത്. ഇത്രയും സജ്ജീകരണങ്ങൾ അവിടെ ചെയ്യുന്നു. ആ സജ്ജീകരണത്തിന് എന്തായിട്ടില്ല? ആവശ്യമില്ലാതായി മാറി. ആവശ്യമില്ലാതായി മാറിയതോടുകൂടി പിന്നെ അത് ഇതായി മാറുന്നു. അത് എക്സ്പയർ ആകുമ്പോഴത്തേക്ക് ചിക്കൻ ഉണ്ടാക്കാണ് ഇപ്പൊ. ചിക്കൻ ഉണ്ടാക്കിയിട്ട് ചോറ്
കേൾക്കണമല്ലോ പറഞ്ഞത്. എന്തായിരുന്നാലും അത് എന്താണ്, അപ്പോൾ ഇത് എക്സ്പയർ ആയി പോയ സാധനമാണ്. അത് പോകുമ്പോഴത്തേക്ക് എന്തായി, അത് മാലിന്യമാണ്. ആ മാലിന്യ സമയത്ത് വിട്ടു നിൽക്കും. അങ്ങനെ ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ എന്താ പറയാ, നമ്മുടെ പ്രതിരോധ ശേഷിയില്ലേ, നമ്മുടെ പ്രതിരോധ ശേഷി എങ്ങനെയാ വർദ്ധിക്കുന്നത്? നമ്മളെ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകാൻ തന്നെ ഒരു പ്രധാന കാരണം നമ്മൾ ശുദ്ധി സൂക്ഷിക്കുന്നതാണ്. ഇത് ഈ ഒരു വിഷയം മാത്രമല്ല പറഞ്ഞത്, മൊത്തത്തിൽ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഹിബ്ബുൽ തവ്വാബീൻ ഹിബ്ബുൽ മുതതഹിരീൻ, ഇത് നിരുപാധികം പറഞ്ഞു. ഇതുമായി ബന്ധമുണ്ട്, എന്നാൽ ആ വിഷയം നിരുപാധികമാണ് പറഞ്ഞത്. ഏത് തെറ്റിൽ നിന്നും തൗബ ചെയ്യുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അതേപോലെ ഏത് കാര്യത്തിനും ശുദ്ധി പാലിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അത് മുഖേന നമുക്ക് എന്തുണ്ടാകുന്നു? പ്രതിരോധ ശേഷി ഉണ്ടാകുന്നു. ശുദ്ധി പാലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇപ്പം ഉണ്ടാകുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടല്ലോ, മകൾക്ക് മസ്തിഷ്ക ജ്വരം വന്ന് മകൾ മരിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഡോക്ടറെ തന്നെ കൊല്ലാൻ വിചാരിച്ചെന്നാണ്. ദൈനംദിനം നിങ്ങളുടെ വാർത്തകൾ വായിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? അത് കൊല്ലാൻ പോയി. എന്താ സംഭവം? യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം തന്നെ പാലിക്കേണ്ട ഒരു സംഭവമാണ് പ്രതിരോധശേഷി എന്ന്. പ്രതിരോധശേഷിയുടെ അനിവാര്യമായ ഘടകമാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി നമ്മുടെ ശരീരത്തിൽ വൃത്തി പാലിക്കുക, നമ്മുടെ സമീപത്ത്, നമ്മുടെ സമീപ പ്രദേശങ്ങൾ, അതായത് നമ്മുടെ പരിസരത്ത്, നമ്മുടെ ചുറ്റുപാടിലും വൃത്തി പാലിക്കുക, ശുദ്ധി പാലിക്കുക. എല്ലാത്തിനും ഒതു കൊടുക്കുക. അതുപോലെ എല്ലാത്തിനും ശുദ്ധി ഒരു അനിവാര്യമായ ഘടകമായി മാറിയത്. എന്നിട്ട് ആ ശുദ്ധി അനിവാര്യമായ ഘടകമായി വെള്ളം കൊണ്ടാണ് ഒതു കൊടുക്കുന്നതെങ്കിൽ അതിന് പകരം തയമ്മവും നിശ്ചയിച്ചു. അതിലൂടെ എന്ത് ചെയ്തു? ശുദ്ധി നിങ്ങൾ ബാഹ്യമായ ഒരു ശുദ്ധി മാത്രമല്ല, ആന്തരികമായ ശുദ്ധിയും കൂടി വേണം. അപ്പൊ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്താണ്? ഒന്ന് ശുദ്ധിയാണ്. അത് ശുദ്ധി നമ്മുടെ ബാഹ്യമായ പുറമെയുള്ള ശുദ്ധി മാത്രമല്ല, നമ്മളെ മനസ്സും ശുദ്ധിയാകണം. അപ്പൊ നമ്മൾ പുറമെയുള്ള ശുദ്ധി പാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകുമെങ്കിൽ അതിന്റെ ഡബിൾ പ്രതിരോധ ശേഷി നമുക്കുണ്ടാകും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നമ്മൾ മാനസികമായും ശുദ്ധി പാലിച്ചാൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. നിസാഉക്കും ഹർസുൽ ലക്കും, അതുപോലെ വിഷയം, വേറൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്നത്. നിസാഉക്കും ഹർസുൽ ലക്കും, രണ്ട് വിഷയം പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒന്ന്, നിസാഉക്കും ഹർസുൽ ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഖലീഫ, നമ്മൾ ഭൂമിയിൽ എന്തിനാ വന്നേക്കുന്നത്? അള്ളാന്റെ അംബാസഡറായിട്ടാണ് വന്നത്. അംബാസഡറിന്റെ ദൗത്യം എന്താണ്? അയച്ച ആളുടെ താല്പര്യം നിലനിർത്തുകയാണ്, താല്പര്യം പൂർത്തീകരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലെ അംബാസഡറെ സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സൗദി അറേബ്യയിൽ പോയിട്ട് ഇവിടെയുള്ള അംബാസഡർ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ താല്പര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ അവിടെ നിർവഹിക്കണം. അയ്യാ അവിടെ പോയിരുന്ന് എഴുത്തുകുത്തുക നടത്തുകയല്ല, ഈ ഇന്ത്യയുടെ താല്പര്യം പൂർത്തീകരിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹ് മനുഷ്യനെ ഖലീഫയായിട്ട് ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ പ്രതിനിധിയായിട്ട് വർത്തിക്കുകയും അള്ളാന്റെ താല്പര്യം ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അള്ളാന്റെ താല്പര്യം എന്താണ്? ഇവിടെ ജനങ്ങൾക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അള്ളാന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതിന് അള്ളാഹ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രവാചകൻ വരികയില്ല. ഇനി പണ്ഡിതന്മാരും അതേപോലെ പ്രവാചകനിൽ നിന്നും പഠിച്ച പണ്ഡിതന്മാരും അതിന്റെ അനുയായികളുമാണ് ഇത് തുറന്നു കൊണ്ടുപോകേണ്ടത്. അപ്പൊ ആ ഒരു ദൗത്യമാണ് മനുഷ്യർക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. അത് ഏറ്റെടുത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അത് സമ്മതിച്ചവരാണ്, ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് വിറ്റ്നസ് ചെയ്തവരാണ്. ഐ സ്വിയർ വിറ്റ്നസ് എന്നാണ്, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അങ്ങനെ സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ് നമ്മൾ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ദൗത്യം എന്താണ്? പ്രബോധനം നിർവഹിക്കുന്നതിന്, സത്യപ്രബോധനം നിർവഹിക്കുന്നതിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുകയും, അതായത് കുടുംബം, ഭാര്യയും ജീവിത പങ്കാളികൾ ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുകയും
അങ്ങനെ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് ആൾക്കാർ വേണ്ടി വരും. സക്കറിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ? ഇതൊക്കെ എന്താ പ്രാർത്ഥിച്ചത്? യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ. യരിസുനി, എന്നെ പകരം എനിക്ക് അനന്തരം എന്നെ അനന്തരമെടുക്കുകയും ആലി യാക്കൂബ്, യാക്കൂബ് സന്തതികൾക്ക്, യാക്കൂബ് വംശത്തിന്, കുടുംബത്തിന്റെ അനന്തരാവകാശിയായിട്ടും. അപ്പൊ എന്റെ അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ നീ ഏൽപ്പിച്ചിരിക്കുന്ന നുബുവ്വത്തിന്റെ അനന്തരാവകാശം തന്നെയല്ല, യാക്കൂബ് കുടുംബത്തിലും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? അനന്തരാവകാശം തരണമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതാണ് സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുന്നതിന്റെ, അല്ലെങ്കിൽ സന്താനങ്ങൾ ജനിപ്പിക്കുന്നതിന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് നിസാഅക്കും ഹർസുലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. അതാണ് നിസാഅക്കും ഹർസുൻ ലക്കും എന്ന് പറഞ്ഞതിന്റെ ആശയം. രണ്ടാമത് പറഞ്ഞത് ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫഅതു, നിങ്ങൾ പോകുക, അല്ലെങ്കിൽ എത്തുക, വരിക. ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും, എങ്ങനെയാണോ, കൈഫമാ ശിഅ്തും, എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതി. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത് നേരത്തെ? فإذا تطهرن فأتوهن من حيث أمركم الله. അപ്പൊ എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് ആ രീതി മാത്രമേ അവലംബിക്കാവൂ. അതേസമയം അതിൽ വ്യത്യസ്ത ശൈലികൾ സ്വീകരിക്കാം എന്ന് മാത്രമേ ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും എന്ന് പറഞ്ഞതിന് സാരമുള്ളൂ. ഖദ്ദിമൂ ലിഅൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം പ്രയത്നിക്കണം. നിങ്ങൾ എന്ത് ദൗത്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യത്തിന്റെ പിന്മുറക്കാരുണ്ടാകണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം. ലിഅൻഫുസിക്കും, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കാണ് ഗുണകരമായി വരുന്നത്. ഖദ്ദിമൂ ലിഅൻഫുസിക്കും വത്തഖുല്ലാഹ് വഅലമു അന്നകും മുലാഖൂഹ്. ഇവിടെയൊക്കെ പറഞ്ഞ എന്താണ്? ഹൈളിനെ കുറിച്ച് പറഞ്ഞു വന്ന കാഴ്ചയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? തഖ്വ പാലിക്കണം എന്ന് പറയുന്നത്. അപ്പൊ തഖ്വ എന്ന് പറയുന്നത് നോമ്പിലും സുന്നത്ത് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും ദിക്റിലും സലാത്തിലും അതേപോലെ ഉംറയിലും ഹജ്ജിലും മാത്രം പരിമിതമാകുന്ന ഒന്നല്ല. തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട ഒരു സംഭവം. അപ്പോ യസ്അലൂനക അനിൽ മഹീം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉപസംഹാരം എന്താ? തഖ്വല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണം. അവിടെയൊക്കെ തഖ്വ പാലിക്കണം. അവിടെ മുതൽ ഇവിടം വരെ പറഞ്ഞു തരുന്നത് അവിടെ തഖ്വ പാലിക്കണം. തലാഖ് പറഞ്ഞപ്പോഴും തഖ്വയുടെ കാര്യം പറഞ്ഞു. പല സ്ഥലങ്ങളിലും തഖ്വ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ഏതിന്റെയൊക്കെ അവസാനത്തിലാണ് തഖ്വ അവലംബിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. ആരെങ്കിലും എഴുതിയോ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? കിട്ടിയോ വല്ലതും? ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇവിടെ ഇല്ല. ഹീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം പറഞ്ഞിട്ട് ആ പാരഗ്രാഫ് ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് തഖ്വ എന്നുള്ളതൊക്കെ എഴുതാൻ. എന്താ പറഞ്ഞേ? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് മുമ്പ്. അതെ, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയങ്ങളും പറഞ്ഞു തീർന്നതിന് ശേഷം അവിടെ ഇത്തഖുള്ള, എന്തൊക്കെ വിഷയം പറഞ്ഞിട്ടാണ് ഇത്തഖുള്ള എന്ന് പറയുമ്പോൾ പറഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ഇത്തഖുള്ള എന്ന് പറയും. അതിലൊന്നാണ് ഇവിടെ പറഞ്ഞു. നമുക്ക് തോന്നും ഇത് തികച്ചും ഭൗതികമായ വിഷയമാണ് പറഞ്ഞത്. നിക്കാഹും പറഞ്ഞു, പോലെ പറഞ്ഞു,
അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഹൈദിനെ കുറിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഉപസംഹരിക്കുമ്പോഴാണ് ഇത്തഖുള്ള വഅലമു അന്നക്കും മുലാഖൂ, നിങ്ങൾ അവനെ കണ്ടുമുട്ടും എന്നവരാണ്. അന്നക്കും മുലാഖൂഹു എന്ന് പറഞ്ഞാല് മുലാഖൂഹിലെ ഹൂ കളഞ്ഞാൽ എന്താവും? യുലാഖി. ഹൂ കളഞ്ഞാൽ എന്താ? മുലാഖിൻ ആണോ? അപ്പൊ ഊ അവിടെ മുലാഖൂനെയാണ്. ആ മുലാഖൂനയുടെ ഞാൻ എങ്ങനെ പോയി? അതല്ല. ഇലാഫത്ത് ചെയ്തപ്പോ ഹൂലേക്ക് ഇലാഫത്താണ് ചെയ്യുന്നത്. അവനെ കണ്ടുമുട്ടുന്നവരാണ്. മുലാഖൂന ഹൂ എന്ന് മുലാഖൂനയുടെ ഹൂലേക്ക് ചേർക്കുമ്പോ എന്താണ് ദ്വിവചനത്തിന്റെയും ബഹുവചനത്തിന്റെയും നാഭവും ഇലാഫത്ത് ചെയ്യുമ്പോൾ അങ്ങനെ നാപോയി. അതിന്റെ ഏകവചനമാണ് മുലാഖിൻ. മാളി ലാഖ, ലാഖ യുലാഖി, മുലാഖിൻ 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 മുലാഖൻ. പിന്നെന്താണ് അതിന്റെ ക്രിയാധാരം? എന്താണ് ലാഖ യുലാഖയുടെ ക്രിയാധാരം? എന്ത് വരും? ലഖാഉൻ. ഏതുപോലെയാണ്? ജാഹദ യുജാഹിദു, ജിഹാദുൻ ജിഹാദ്. അപ്പൊ പിന്നെ മുലാഖാത്തും വരും, ജാഹദത്ത് പോലെ. ഓക്കെ. ബശിരിൽ മുഅ്മിനീൻ, സന്തോഷ വാർത്ത അറിയിക്കും, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഇതൊക്കെ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അല്ലാഹ്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഭൗതിക ശാസ്ത്രജ്ഞന്മാർ വല്ലതും പറഞ്ഞു തരുന്നോ? ഒന്നും പറഞ്ഞു തരുന്നില്ല. അവർ പറഞ്ഞിരുന്ന വേറൊരു സംഭവം. കാരണം എന്താണ്? വിവാഹവും കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു എൻജോയ്മെന്റിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പൊ എൻജോയ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത് മുഖേന എന്തുണ്ടായി? എവിടെയാണ് എൻജോയ്മെന്റ് കിട്ടുന്നത് അവിടേക്ക് പോകാൻ പറ്റും. എൻജോയ്മെന്റ് എവിടെ കിട്ടുമോ അവിടേക്ക് പോകും. അപ്പൊ എന്തായി? ആദർശവും അതേപോലെ വിശ്വാസവും അതുപോലെ തന്നെ തത്വവും ഒന്നുമില്ല. മറിച്ച് എന്താണ്? എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ്, ആ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ആ പോയിന്റിൽ നിൽക്കുമ്പോൾ കുടുംബം എന്താവും? തകർന്ന് തരിപ്പണമായി. കുടുംബ തകർച്ചയുടെ കാരണം അതാ. ഇതൊന്നും പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറഞ്ഞു തരുമ്പോൾ ബശീറിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷമാവും. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണല്ലോ. അഅ്തൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ് എന്ന് പറഞ്ഞത്, അതും അത് ഹർസക്കും അന്നാശീർക്കും രണ്ടും കൂടെ ഒരുമിച്ചാണ് പറയേണ്ടത്. മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിക്കാഹ് മുതൽ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിങ്ങനെയാണ് വേണ്ടത്. ഈ ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് കൂടേണ്ടത് എന്ന് ഒരു സംഭവം നമുക്ക് ആരാ പഠിപ്പിച്ചു തരുന്നുള്ളൂ? ഇന്ത്യ പഠിപ്പിച്ചു തരുന്നു. ബാക്കിയെല്ലാം പുറത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്? അടിപൊളി തകർപ്പൻ, അവസാനം തകർന്നു പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ബശീറിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്. പിന്നെ പറഞ്ഞു, വലാ തജഅലുല്ലാഹ ഉർദതൻ ലിഅയ്മാനികും അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനന്നാസ്. ലാ തജഅലുല്ലാഹ, നിങ്ങൾ അള്ളയെ എന്താക്കരുത്? ഉർദത്താക്കരുത്, ഒരു വിലങ്ങ് തടിയാക്കരുത്. ലിഅയ്മാനികും, നിങ്ങളുടെ ശപഥങ്ങൾക്ക്. യമീനിന് രണ്ടർത്ഥം ഉണ്ടല്ലോ, യമീനും ഷിമാലും. ഷിമാല് ഇടത് ഭാഗം, അല്ലെങ്കിൽ യമീൻ അയ്മാൻ ശപഥം, സത്യം ചെയ്യുന്നു.
ഉറുദത്തൻ ലി ഐമാനിക്കും ലാ തജഅലുല്ലാഹ ഉറുദത്തൻ ലി ഐമാനിക്കും, നിങ്ങളുടെ ശപഥങ്ങൾക്ക് അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനൻ നാസ്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ശപഥം ചെയ്യൽ ജനങ്ങൾക്ക് തബറു പുണ്യം ചെയ്യുന്നതും, അതേപോലെ നിങ്ങൾ തഖ്വ ഉള്ളവരായി ജീവിക്കുന്നതിനും, തുസ്ലിഹു ബൈനൻ നാസ് ജനങ്ങൾക്കിടയിൽ നന്മകൾ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ നന്മ വരുത്തുന്നതിനും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും നിങ്ങൾക്ക് തടസ്സമാകരുത്. വല്ലാഹു സമീഉൻ അലീം. ഉറുളത്തിന്റെ അർത്ഥം എന്തായിരുന്നു പറഞ്ഞത്? ഉറുളത്ത് എന്താണ്? തടസ്സം. ഉറുളത്ത് എന്ന് പറഞ്ഞാൽ നാട്ടക്കുറി എന്നാണ്. നാട്ടക്കുറി എന്ന് പറഞ്ഞാൽ ഒരു സാധനം അവിടെ നാട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം എന്ത് ചെയ്തു പോയി, ഒരു ശപഥം ചെയ്തു പോയി. ആ ശപഥം ചെയ്തു പോയത് എന്താണ്? നിങ്ങളത് ചെയ്യുമെന്ന് തീരുമാനിച്ചു പോയത് കൊണ്ട് ഒരു നല്ല കാര്യം വരുമ്പോൾ, ഒരു അവസരം വരുമ്പോൾ എന്ത് ചെയ്യാ, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു പോയി, അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത്. അവിടെ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ നല്ല കാര്യം ഏതാണോ അതിന് പ്രാമുഖ്യം കൊടുക്കുക. അതാണ് തബറു, പുണ്യം ചെയ്യാനുള്ള അവസരം കിട്ടുന്നു, തഖ്വ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം കിട്ടുക, തഖ്വ ചെയ്യാനുള്ള സൂക്ഷ്മതയോടെ അള്ളാഹെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു, ജനങ്ങൾക്കിടയിൽ യജ്ഞിപ്പുണ്ടാക്കുന്നതിന്, നന്മ വരുത്തുന്നതിനൊക്കെ അവസരം കിട്ടുന്നു. അസ്ലഹ യുസ്ലഹൂന ബൈനൻ നാസ് എന്ന് പറഞ്ഞതാണ് ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കുക, യജ്ഞിപ്പുണ്ടാക്കുക. അതിനുള്ള അവസരം എന്ത് ചെയ്യരുത്, നിങ്ങൾ ശപഥം ചെയ്തത് കാരണമായി വിലങ്ങ് തടിയായി നിങ്ങൾ തീരുമാനിക്കരുത്. ഉസ്താദെ, നമ്മൾ ഈ സുന്നത്ത് നോമ്പിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? തിങ്കളും വ്യാഴവും 13, 14, 15 നോമ്പിന് എന്റെ മോന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. അത് നോമ്പ് നോറ്റാൽ എന്താ ഉണ്ടാവാൻ കിട്ടാന്നോ അങ്ങനെ എന്തോ ചോദിച്ചു. എന്താ പുണ്യം? കറക്റ്റ് ആയിട്ടുള്ള ഹദീസ് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. കാരണം നമ്മള് എന്ത് ചെയ്തിരിക്കുകയാണ്, മാസത്തിലെ അയ്യാമുൽ ബീദ് സുന്നത്ത് നോക്കുന്നതാണ്. അതായത് ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ മാസത്തിൽ 3 നോമ്പെടുക്കുന്നു സുന്നത്ത്, അങ്ങനെയാണ് അയാൾ തീരുമാനിക്കുന്നതെങ്കിൽ അയാൾ മാസത്തിൽ അയ്യാമുൽ ബീദിലാണ് നോമ്പെടുക്കുന്നത്. ആഴ്ചയിൽ 1 പ്രാവശ്യം, ആഴ്ചയിൽ 2 നോമ്പ് പിടിക്കുന്നു എന്ന് വിചാരിക്കുന്നവരെന്ത് ചെയ്യുക, അത് തിങ്കളും വ്യാഴമാണ് എടുക്കേണ്ടത്. പിന്നെ അതിന്റെ പ്രത്യേക പുണ്യം എന്തൊക്കെയാണെന്ന് ഞാനത് ഗ്രൂപ്പിലിട്ടു. ആ ഗ്രൂപ്പിലിട്ടോന് കുറെ ആയി ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കാൻ ശരിക്കും അറിയാം. ഇവിടെ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. എല്ലാ തജഅലുല്ലാഹ അയ്മാനിക്കും, അതായത് നമ്മളൊരു കാര്യം ചെയ്യൂല എന്ന് തീരുമാനിച്ചു, അപ്പോഴാണ് ഒരു നല്ല പുണ്യം ചെയ്യാനുള്ള ഒരു അവസരം വന്നത്. പക്ഷെ ആ പുണ്യം ചെയ്യാനുള്ള സമയത്ത് നമ്മളത് ഞാൻ ചെയ്യൂല എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ, ശപഥം ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ശപഥം ലംഘിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, അതിൽ നിന്നും വിട്ടു നിൽക്കരുത്. അപ്പോ നമ്മളൊരു ശപഥം ചെയ്ത് ഇതിൽ തന്നെ വിശദീകരിക്കുകയും ഒരാൾ നല്ലൊരു വല്ല കാര്യത്തെ കുറിച്ചും സത്യം ചെയ്യുകയും പിന്നീട് ആ ശപഥം മുറിക്കുന്നതിലാണ് നന്മ ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത പക്ഷം ശപഥം മുറിക്കണം. എന്നിട്ട് ശപഥം ചെയ്തതിന് പ്രായശ്ചിത്തം കൊടുക്കണമല്ലോ, ആ പ്രായശ്ചിത്തം നൽകണമെന്നും നബിവചനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ചെയ്ത ഒരു ശപഥത്തിനേക്കാളും നല്ല ഒരു സംഗതി ചെയ്യാനുള്ള അവസരം ഉണ്ടായാൽ ചെയ്യണം. ചെയ്ത് ശപഥം മുറിക്കുകയും ആ ശപഥത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും ശപഥം മുറിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യുകയും ആ പുണ്യവും ഈ തത്വപരമായ കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ യജ്ഞിപ്പുണ്ടാക്കുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് ചെയ്യേണ്ടത്. അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നാണ്. സാർ, ഈ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നതേ, പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വായിച്ചതാണ്. ഈ നമ്മുടെ മനുഷ്യരുടെ നന്മതിന്മകള് അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നത് തിങ്കളും വ്യാഴവും ആയതുകൊണ്ട് ആ ദിവസങ്ങളിൽ നോമ്പുകാരനായി ഇരിക്കാൻ റസൂലുള്ളാഹി ആഗ്രഹിച്ചു. അതെ,
അല്ല, അങ്ങനെ പല ഹദീസുകളുണ്ട്. അപ്പൊ ഞാനത് കൃത്യമായിട്ട് ഇട്ടുതരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോയത്. മാത്രമല്ല സമയം ലാഭിക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് കിട്ടണോ? കൃത്യമായിട്ട് അതെ. കിട്ടാൻ വേണ്ടിട്ടാണ്. ഉസ്താദ് അതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ ഹംറി വൽ മൈസരി എന്ന് പറഞ്ഞ ആയത്ത്. അതില് ഇപ്പൊ ചൂത് കളീനെ പറ്റി പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ഗിഫ്റ്റ്, ഇപ്പം ലക്കി ഡ്രോയിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോയില് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായം പറയുന്നുണ്ട്. അവര് ആ ഡിസ്കൗണ്ട് കുറച്ചു കൊടുക്കുകയാണ്, അവർക്ക് എല്ലാവർക്കും കുറച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറിച്ച് പറയുന്ന ആൾക്കാരും ഉണ്ട്. സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിലും ഇതേ സംഭവങ്ങളുണ്ട്. ഇറക്കെളുപ്പം കാറൊക്കെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടുന്നവർക്ക് കാർ കൊടുക്കും. എത്ര 100,000 1,00,000 റിയാല് വിലയുള്ള കാറാണ്. 1,00,000 റിയാല്. അപ്പൊ 1,00,000 റിയാല് 1,00,000 പേരിൽ നിന്നാണ് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ 1,00,000 പേർക്കും 1 റിയാല് വീതം കുറച്ചു കൊടുക്കുകയാണ് ഉചിതം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നിട്ട് ഇതിനെ സംഗതിയെ ഡിസ്കറേജ് ചെയ്യുന്നവര് ഉണ്ട്. അതേസമയം അത് മൊത്തത്തിലൊരു കച്ചവടമാണ്, കച്ചവടം ആൾക്കാർ വരാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ന്യായീകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പൊതുവിൽ പറയാനുള്ളതാണ് ഈ പറഞ്ഞതുപോലുള്ള സമൂഹത്തിൽ. അതേസമയം ലോട്ടറി പോലെ എന്തല്ല ഇത് ഹറാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോട്ടറി എന്നതിനെ കുറിച്ച് നമ്മൾ അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അത് എന്ത് ചെയ്യാണ്, പണം വാങ്ങിയിട്ട് എല്ലാവരെയും അതിലും അതേപോലെ നമുക്ക് ന്യായീകരിച്ചു കൊണ്ടുവരാം ചെയ്ത്. ഇതെന്താണ്, ഇതൊരു വലിയ തിന്മയാണ്. അതിൽ നിന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ പലപ്പോഴും നമ്മളൊക്കെ എഴുതിയിടുമെന്നെങ്കിലും നമ്മുടെ മാനസികമായും എന്താണ്, അത് വേണ്ടതില്ല, ഉചിതമല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ എല്ലാവരും കൊണ്ട് കൂപ്പൺ എഴുതിയാണ്. ഞാൻ എഴുതാൻ പോവാറ്. നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും അവരത് ചെയ്യുന്നുണ്ട്, അവര് നമ്മളെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. ഉസ്താദേ, കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, ഈ സ്വർണത്തിന്റെ സക്കാത്ത് എങ്ങനെയാ വരുന്നത്? ഒരു സ്വർണത്തിന്റെ സക്കാത്ത് എങ്ങനെയാ? അതെ, സ്വർണത്തിൽ എത്ര സക്കാത്ത്, എത്രയാണ് അതിന്റെ നിസാബ്? 88 ഗ്രാം 11 പവൻ. കഴിഞ്ഞ ഓരോന്നിനും 2.5% വെച്ച് കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അതിന് ഈ പറഞ്ഞ പോലെ രണ്ട് അഭിപ്രായക്കാരുണ്ട്. ആഭരണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നവരും എന്ത് ചെയ്യാണ് പറയുന്നത്, ഈ 85 ഗ്രാം സ്വർണം, ആ 85 ഗ്രാം സ്വർണത്തിൽ അധികമുള്ളവർ ഇയാളും സക്കാത്ത് കൊടുക്കണം. അല്ല, അത് ഒരു ടൈമാണോ? അത് ഇപ്പൊ ഒരു 100 പവനുള്ള ഒരാള് ഒരു 2.5 പവൻ നമ്മൾ സക്കാത്ത് കൊടുക്കണല്ലോ, അത് കൊടുത്തോടെ എല്ലാ കൊല്ലവും കൊടുക്കണം. അതാണ് എനിക്ക് അറിയേണ്ടത്. എല്ലാ വർഷവും കൊടുക്കണം. അല്ല, സ്വർണത്തിന് ഒരു പ്രാവശ്യം ഒരു സക്കാത്ത് കൊടുത്താൽ മതി. പിന്നെ ഇല്ല, അത് വേറെയാണ്. അത് ട്രഷറാണ്. അതായത് നമുക്കൊരു നിധി കിട്ടിയ, അപ്പൊ നിധി കിട്ടുമ്പോഴ് നമ്മുടെ അധ്വാനം ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളങ്ങനെ ഇങ്ങനെ കുളിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ എന്തോ സംഭവം കിട്ടി, അത് വേറെ സംഭവം. അങ്ങനെ സംഭവം കിട്ടി കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യമാണ്. പിന്നീട് അതിന്റെ ആൾ മാറിയാണ് നമ്മുടെ അസറ്റായി മാറിയാണ്. പിന്നീട് അസറ്റായി മാറുമ്പോൾ വേറെ സംഭവമാണ്. നമ്മുടെ സ്വത്തായി മാറുമ്പോൾ പിന്നീട് നമുക്ക് ഓരോ വർഷവും ആ സ്വത്ത് അത്ര നിശ്ചിത കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. അത് വേറെ നിയമമായിട്ട് വരും. നമ്മളെല്ലാം കൂടെ കോംപ്ലിക്കേഷൻ ആക്കുക. പിന്നെ ഈ പറഞ്ഞത് 2.5% കൊടുക്കാൻ പറഞ്ഞത്. ബാക്കി 97% നമ്മുടെ പ്രോപ്പർട്ടി.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക വ്യവസ്ഥകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ആദം സ്മിത്ത്, കാൾ മാക്സ്, അങ്ങനെ കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും കൊണ്ടുവന്നിട്ടുണ്ട്, പല ആൾട്ടർനേറ്റീവ് ഫൈനാൻസ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 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 സൊല്യൂഷൻ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാവർക്കും പാലിക്കത്തക്ക രീതിയിലുള്ള, അതായത് പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ പാലിക്കാൻ പറ്റിയ രീതി, അതായത് കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബില്യനറോ മൾട്ടി ബില്യനറോ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഒരു കണക്കില്ലല്ലോ, ഇപ്പൊ എത്ര കോടിയൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കും അവനും താഴെയുള്ളവരും മിനിമം തോതിലുള്ളവരും മിഡിൽ ക്ലാസ് ആൾക്കാരും ലോ ക്ലാസ് ആൾക്കാരും എല്ലാവർക്കും പാലിക്കാൻ പറ്റും. ലോ ക്ലാസ് ആൾക്കാരെ കിട്ടും, മിഡിൽ ക്ലാസ് ആൾക്കാരും കൊടുക്കണം, ഹയസ്റ്റ് ആൾക്കാരും കൊടുക്കണം. എല്ലാവർക്കും പാലിക്കാവുന്ന ഒരു സാമ്പത്തിക സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിസ്റ്റം എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ എത്ര ശതമാനം ഞാൻ കൊടുക്കണം, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഞാൻ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, പിന്നെ ആർക്കീസ് ചെയ്തെന്ന് പറയുന്നത്, ഞാൻ ഞെരുക്കിയൊക്കെ ജീവിച്ച് ചെലവഴിച്ച് ചുരുക്കി ജീവിച്ചൊക്കെ ഉണ്ടാക്കിയതാണെന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ, എന്നിട്ട് കൊടുക്കണോ വേണ്ടെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഇസ്ലാം പറയുന്നത് കഴിഞ്ഞാൽ 97 നീതി വെച്ചു, ബാക്കി 2.5 മാത്രമാണ് കൊടുക്കുന്നത്. അതൊന്ന്. രണ്ടാമതൊരു വശം എന്ന് പറയുന്നത്, ഇത്രയും പണം നമ്മൾ എന്ത് ചെയ്യാണ്, ഡംപ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതെ, പണം റൊട്ടേറ്റ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുക. പണം റൊട്ടേറ്റ് ചെയ്യാതെ വെച്ചോണ്ടിരുന്നാൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോഴാണ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത്. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പണപ്പെരുപ്പം എന്നാണ് അതിന് പറയുന്നത്. അത് അങ്ങനെ പറയുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പണപ്പെരുപ്പം ഉണ്ടാകും. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, ആ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അത് ഒരു സാമ്പത്തിക സിസ്റ്റമാറ്റിക് ആണെന്ന് നോക്കണം. ഒരു സിസ്റ്റമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെന്താവും, അത് അതേസമയം അങ്ങനെ വരുമ്പോ ഓക്കെ, ഞാനിത് കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന എല്ലാ വർഷവും സക്കാത്ത് 2% സക്കാത്ത് കൊടുക്കാം, അവസാനം എന്റെ സ്വർണം കുറഞ്ഞു പോകും. ശരി, കുറഞ്ഞു പോട്ടെ, അതിന്റെ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വേദന കൊടുക്കണ്ടല്ലോ. അത് മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ, നമ്മൾ സ്വന്തം പ്രോപ്പർട്ടി ആയിട്ട് വെച്ചേക്കാവൂ. ബാക്കി എന്ത് ചെയ്യാണ്, ജനങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി. സുഹൃത്ത് ഹസനിലുണ്ടായിരുന്നു, അത് ഓർമ്മിച്ചാൽ, നിങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് പണം നിങ്ങൾക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അതിനാൽ ഈ ഗവൺമെന്റ് ചില സമയത്ത് ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും. ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എന്താവും, മാർക്കറ്റ് ഉണരും. ഇങ്ങനെ മാർക്കറ്റ് ഉണരുന്നത്, ആനുകൂല്യം പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഉടനെ സാധാരണക്കാർ, ഈ വലിയ ആൾക്കാർ നീ അതുകൊണ്ട് എവിടെയെങ്കിലും സ്വിസ് ബാങ്കിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും, ആ സംഭവം താഴോട്ട് വരില്ല, മാർക്കറ്റ് വരില്ല. അത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന എല്ലാം മാർക്കറ്റ് വരികയും, മാർക്കറ്റ് കൊടുക്കലും വാങ്ങുന്ന നടക്കുകയും, മാർക്കറ്റ് ഉണരുകയും, അവിടെ എന്താവും, അവിടെ ക്രയവിക്രയം നടക്കുകയും, പിന്നെ എന്ന് പറഞ്ഞതുപോലെ അത് ഒരു സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഇപ്പൊ നമ്മള് ആലോചിച്ച് നോക്കിയാൽ, ഈ സക്കാത്ത് കൊടുക്കാൻ അർഹനായിട്ടുള്ളവരെല്ലാം സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെയും പോവർട്ടി ഇല്ലാതായി മാറും. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്തും ഖലീഫ ഉമറിന്റെ കാലത്തും ഒക്കെ എന്തായിട്ടുണ്ട്, ഖലീഫ ഉമർ ഉള്ളാനുവിന്റെ കാലഘട്ടത്തിൽ യമനിൽ നിന്നും അവര് സക്കാത്ത് കളക്ട് ചെയ്ത് ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തു. ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഖലീഫ പറഞ്ഞു, നിങ്ങളുടെ സക്കാത്ത് അവിടെ കളക്ട് ചെയ്ത് അവിടെ വിതരണം ചെയ്യാനാണ് നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾ പബ്ലിക് എന്താ പറയാ പൊതു ഖജനാവിലേക്ക്, മദീനയിലെ ഖജനാവിലേക്ക് അയക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഏൽപ്പിച്ചതെന്ന്. അപ്പൊ അടുത്ത കത്ത് വീണ്ടും വന്നു, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ സക്കാത്ത് വാങ്ങാനുള്ള അർഹരായ ആൾക്കാരെ കാണുന്നതാണ്. അത് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള വനാന്തരങ്ങളിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, വിളിച്ചന്വേഷിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ഏതെങ്കിലും വനത്തിനിടയിലോ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ പ്രാന്ത പ്രദേശങ്ങളിലോ ഒക്കെ ആരെങ്കിലും സക്കാത്തിന് അർഹരായിട്ടുള്ളവരോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വിളിച്ചു ചോദിക്കാൻ പറ്റും. എന്നിട്ട് മാറില്ലാതെ വന്നതാണ് മദീനയിലെ പൊതുഖജനാവിലേക്ക് സ്വീകരിച്ചെന്നാണ്. ഇതേ അവസ്ഥ ഖിലാഫത്ത് തകർന്നു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ സക്കാത്ത് സംവിധാനം ഉണ്ടാവും, തകർന്നു, എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. പിന്നീട് 2.5 വർഷം കൊണ്ട്, 2.5 വർഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരിച്ചിട്ടുള്ളത്. ആ 2.5 വർഷം കൊണ്ട് അദ്ദേഹം പുനഃസ്ഥാപിച്ചു എന്നാ പറയുന്നത്. വെറും 2.5 വർഷം കൊണ്ട്. ഇവിടെ നമ്മള് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് 1947 മുതൽ പറഞ്ഞിട്ട് ഇന്നേ വരെ ഇപ്പൊ എത്ര 75 എത്ര വർഷം കഴിഞ്ഞു,
കഴിഞ്ഞിട്ട് എന്തായിട്ടില്ല, നമുക്ക് റൊട്ടി കപ്പട മക്കാൻ മാറിയിട്ടില്ല. അന്ന് പല പ്രാവശ്യം, അതായത് തകർന്നു പോയതിനു ശേഷം വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ 2.5 വർഷം മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെ ചെയ്തത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്താണ് ഇരിക്കുന്നത്. സർക്കാർ സംവിധാനം നമ്മൾ പറയുന്നത് 2.5 എന്നുള്ളത് എല്ലാ 2.5 കൂടെ ചേരുമ്പോൾ ഒരു മഹാസംഭവമായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്നും മാതൃകാപരമായ പല സ്ഥലങ്ങളിലും അത് നിർവഹിക്കുന്നു. നമ്മൾ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടത്. മറുഭാഗത്ത് വേറൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട്. നമ്മൾ എത്ര റക്അത്ത് സുന്നത്ത് നമസ്കരിക്കും, എത്ര ദിവസം സുന്നത്ത് നോമ്പെടുക്കും. പക്ഷേ നമ്മൾ പണത്തിന്റെ കാശം വരുമ്പോൾ കുറയ്ക്കാനുള്ള പണിയാണ് നോക്കുന്നത്. നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇനി എന്തെല്ലാം സുന്നത്ത് നമസ്കരിക്കും, പിന്നെ വർഷത്തെ ഒരു സുന്നത്ത് നമസ്കരിക്കുന്ന പുതിയ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താ പറയുന്നത്, തസ്ബീഹ് നമസ്കാരം, അങ്ങനെ ഇല്ലാത്ത നമസ്കാരങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ 8 നമസ്കരിച്ചാൽ 8, 3, 11 നമസ്കരിച്ചാൽ പോരാ, പിന്നെ കുറേ നമസ്കരിക്കണം. എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അതേപോലെ നോമ്പ് എത്ര പിടിച്ചാലും മതിയാവില്ല. ബറാത്ത് നോമ്പ്, പിന്നെ ഇല്ലാത്ത നോമ്പുകളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇല്ലാത്ത സദസ്സുകളൊക്കെ കൊണ്ടുവരും നിങ്ങള്. ഇല്ലാത്ത സദസ്സുകളെ കൊണ്ടുവരും. അതൊന്നും കുഴപ്പമില്ല. കാരണം എന്താണ്, അത് ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പണം കൊടുക്കുന്നതാണ്. ജനങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രയവിക്രയം നടക്കും, സമ്പത്ത് ജനങ്ങൾ ഉണരും, സമ്പത്ത് കച്ചവടക്കാരും എല്ലാം നടക്കും. എന്താവും, സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് നയിക്കും. അത് ചോദിച്ചു കുടുങ്ങിയോ? ഇല്ല ഉസ്താദെ, അത് അറിയാൻ വേണ്ടിയാണ്. കാരണം അതിനങ്ങനെ ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഈ വർഷം നമ്മള് 100 പവന് 2.5 കൊടുത്ത് 97.5. അപ്പൊ അടുത്ത വർഷം അത് വർദ്ധിച്ചില്ല. അപ്പൊ ഈ അല്ല, അടുത്ത് 97 വർദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളതിന് കൊടുക്കും. ബാക്കി എത്ര ഉണ്ടോ അതിന്റെ 2.5% കൊടുക്കും. അപ്പൊ 97.2% അടുത്ത വർഷം കൊടുക്കണം. അതെ, അതിന്റെ 2.5%. ബാക്കിയുള്ളതിന്റെ 2.5%. അടുത്ത വർഷമാകുമ്പോൾ ബാക്കിയുള്ളതിന്റെ 2.5%. അതാണ്, അങ്ങനെ എനിക്കത് അറിയേണ്ടത്. പിന്നെ ഈ മഹർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? പല മഹറിന് സക്കാത്തില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? മഹറിന് സക്കാത്തില്ല. അത് മഹർ പ്രോപ്പർട്ടിയായി മാറിയാണല്ലോ. മഹർ പിന്നീട് പ്രോപ്പർട്ടിയായി മാറി. മഹർ പെണ്ണിന്റെ കൊടുത്ത മഹർ എന്തായി, പ്രോപ്പർട്ടിയായി മാറി. അപ്പൊ എത്രയാണ് കൊടുത്തത്, ഇത്രയും പിന്നെ സ്വർണ്ണമാണ് കൊടുത്തെങ്കിൽ എന്തായി, അത് അത്രയും സ്വർണ്ണമാണ് കൊടുത്താൽ പിന്നീട് എന്തായി, മഹർ കൊടുക്കണം. അല്ല, അത് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരു സ്ത്രീയുടെ കയ്യിൽ മൊത്തം മഹറാവട്ടെ എന്താവട്ടെ എല്ലാം കൂടി ചേർത്തിട്ട് എത്രയുണ്ടോ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാം കൂടെയാണ് നോക്കേണ്ടത്. ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത്. അതേപോലെ ക്യാഷ് ആയിട്ടും, ക്യാഷ്, ഗോൾഡ്, കച്ചവട ചരക്ക്, ഇതെല്ലാം കൂടെ ഒന്നായിട്ടാണ് കൂട്ടേണ്ടത്. കാർഷിക വിഭവങ്ങളെല്ലാം ഒന്നായിട്ടാണ് കൂട്ടേണ്ടത്. അതിന് ഓരോന്നോരോന്ന് ഇനങ്ങളുണ്ട്. അതായത് 2.5% വരുന്ന 2% സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ഇനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. ശരി, ഓക്കെ. ഒരു വീട്ടിൽ 2 സ്ത്രീകള് ഒക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാ? അത് മോക്ക് വേറെ കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? മോക്ക് വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി മോളതായത്. അല്ല, ഇപ്പോഴും ഉമ്മ തന്നെ വെച്ചിട്ടിരിക്കുകയാണ് എങ്കിൽ ഉമ്മ സക്കാത്ത് കൊടുക്കണം. അല്ല, മോള് വിവാഹം കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള, അതാ പറഞ്ഞത്, വിവാഹം കഴിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മോളെ പ്രോപ്പർട്ടി മോൾക്കും കൊടുത്തു കഴിഞ്ഞാൽ മോളെ പാടായി. അല്ല, മോക്ക് കൊടുത്തില്ല, നിങ്ങൾ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഉമ്മ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന് ഇത് റേ അതല്ല, നിങ്ങൾ മകൾക്കാൻ കൊടുത്തു. മകള് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് അവള് വിവാഹം കഴിക്കാൻ വേണ്ടി സമയമാകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ആ സമയത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മകളുടെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു. പിന്നെ അത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ അടുത്തേക്ക് മൂത്ത മകൾക്ക് കൊടുക്കുക, അല്ലെ മകന്റെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് മകൻ വിവാഹം കഴിക്കാൻ നേരത്ത് മകൻ കൊടുക്കുക, അങ്ങനെ പറ്റും. കൊടുത്തു. അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ സക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് നടക്കും. പ്രോപ്പർട്ടി മകളുടെ പ്രോപ്പർട്ടി ആയിട്ട് മകൾക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ മകളുടെ പ്രോപ്പർട്ടി മകള് കൊടുക്കണം. അത് മകൾ കൊടുക്കാതിരിക്കുന്നത് മകളുടെ ഒറ്റ. അല്ല, നിങ്ങളുടെ അടുത്താണ് ഇരിക്കുന്നത്, നിങ്ങൾ എല്ലാ കൊല്ലവും കൊടുക്കണം. അത് അവർക്ക് കൊടുക്കുന്നവരെയും കൊടുക്കണം. ബാക്കി നാളെ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ.
ഉസ്താദ് ഒരു സംശയം. പറഞ്ഞോ ഹലോ, പറഞ്ഞോ പറഞ്ഞോ. ഇപ്പൊ നിക്കാഹിന്റെ കാര്യത്തില് ഈ വിശ്വസിക്കുന്നത് വരെ ബൗദ്ധ വിശ്വാസികളെ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ നിക്കാഹ് ചെയ്യാനായിട്ട് ഒരാൾ മുസ്ലിം ആവുന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണോ എന്നുള്ളത്? എങ്ങനെ അതിന് വേണ്ടിയാണെങ്കിൽ അതെന്തല്ല യഥാർത്ഥത്തില് അനുവദനീയമല്ല. യഥാർത്ഥ ഒരു മുസ്ലിം പക്ഷേ ആവണം. ഈ അതെ. പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് നിയമത്തിന്റെ ലാസ്റ്റ് ബോർഡർ ഉണ്ടല്ലോ അതിനകത്ത് വരുന്നത്. കാരണം അവള് ഷഹാദത്തല്ലേ, അപ്പൊ കല്യാണം കഴിക്കാം. ആ നിയമത്തിന്റെ അകത്ത് വരും. ഇനി അതും പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഷഹാദത്തല്ലേ കല്യാണം കഴിച്ചെന്ന് പറയരുത്. അല്ല ഇപ്പൊ കൂടുതലായിട്ട് നടക്കുന്ന സംഭവം അതാണ്. ഈ കല്യാണം നമ്മള് കഴിക്കാനായിട്ട് മുസ്ലിം ആവുന്നു. അതെ, നമ്മളെന്ത് ചെയ്യണ്ട, അതൊരു വിഷയമാക്കണ്ട. കാരണം നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് ചെയ്യണം, അവരെ നിയമത്തിനകത്ത് വിളിച്ചു നിർത്താനാണ് ശ്രമിക്കേണ്ടത്. അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാനല്ല നോക്കേണ്ടത്, നിയമത്തിനകത്ത് നിർത്താനാണ് നോക്കേണ്ടത്. നമ്മൾ അവർക്ക് മാർഗദർശനം കൊടുക്കണം. മാർഗദർശനം കൊടുത്തിട്ടും അവരെന്ത് ചെയ്യാൻ, സാഹചര്യവശാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഏത് നിലയ്ക്ക് നിയമത്തിനകത്ത് കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഏത് നിലയ്ക്ക് നിയമത്തിന്റെ പുറത്ത് കൊണ്ടുപോകാം എന്നല്ല ആലോചിക്കുക. അതൊരു സമൂഹം, ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വ്യക്തി ഒറ്റ ചിന്തിക്കുന്ന സംഭവം അല്ല സംഭവം. അതായത് ഒരു കൂട്ടായ്മ, ഒരു ഉമ്മത്ത്, നിങ്ങളുടെ നാട്ടിലെ ഒരു സമൂഹം, ഒരു നാട്ടുകാർ. അപ്പൊ ഇവനെ അങ്ങ് പുറത്തായി കഴിഞ്ഞാൽ അവന് പാടില്ല തുടങ്ങി അവൻ ആഗോളമായിട്ടും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അവരെ സ്വന്തം കണ്ടുപിടിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഹലാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, അങ്ങനെ ഉള്ളതിനെ അവർ സ്വന്തം കണ്ടുപിടിച്ച് കൊടുക്കുന്നതിനെ നമ്മൾ അംഗീകരിക്കും എന്നൊരു ഘട്ടം കണ്ടാൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, വേലി ചാടാൻ പോകില്ല. നമ്മൾ വന്നിട്ട് പറയും, നമ്മുടെ വന്നിട്ട് പറയാൻ പറ്റണം, ഉപ്പ ഞാനിങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇക്ക ഇഷ്ടം ഉമ്മ എന്ന് പറയാൻ പറ്റണം. അല്ലെങ്കിൽ എന്താവും, ഈ അംഗീകരിക്കില്ല എന്ന് കാണുമ്പോഴത്തേക്ക് എന്താവും, അവര് സ്വന്തമായിട്ട് പോകാനായിരിക്കും നോക്കുക. അവിടെ ചിലപ്പോൾ നമ്മൾ അറബി കോളേജ് പഠിച്ചാലോ എന്താ പറയാ ഭക്തനൊന്നും അവിടെ ഈ വിഷയത്തിൽ വ്യത്യാസം വരുന്നില്ല. നിങ്ങൾക്ക് തന്ന ഒരു കാണാൻ പറഞ്ഞ വീഡിയോയിൽ ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു വീഡിയോ കേട്ടപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മുഅദ്ദിന്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ കേട്ട വീഡിയോയിലുണ്ടോ? അത് മുഅദ്ദിന്റെ ചരിത്രം പറയുന്നുണ്ടോ? ഒരു മുഅദ്ദിൻ പള്ളിയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പോയി. ബാങ്ക് വിളിക്കാൻ പോയപ്പോഴത്തേക്ക് മുകളിൽ കയറിയതുകൊണ്ട് അപ്പുറത്തെ വീടുകളെല്ലാം ഓപ്പൺ ആയിരുന്നു. അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ കണ്ടപ്പോ എന്തായി, അയാൾ മോഹം വന്നു. ഇയാൾ എന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിയുമെന്ന്. നമസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ, അത് ബാങ്ക് വിളിച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അയൽപക്കത്തെ വീടാണ്, അയാൾ എന്ന് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണം. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഞാൻ യഹൂദിയാണ്, നീ മുസ്ലിമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല എനിക്ക് യഹൂദിയെ കല്യാണം കഴിക്കാം, എനിക്ക് ഹലാലാണെന്ന്. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഇല്ല പറ്റില്ല, എനിക്ക് ഞാൻ മുസ്ലിമിനെ കല്യാണം കഴിക്കും, നീ എന്ത് ചെയ്യണം, ജൂതനാവണം. അപ്പൊ ചിലപ്പോൾ വേറെ സംഭവത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര ദൈവഭക്തനായിട്ട് പോലും എന്ത് ചെയ്യാം, സംഭവിക്കാം എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ അത് നമ്മൾ നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഈ വിഷയം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, അത് തുറന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാകണം. അത് നമ്മള് എന്താ പറയാ, ടൈറ്റായിട്ടാണ്, റഫായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതൊന്നും ഉപ്പ അടുത്തോ ജ്യേഷ്ഠൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് വേറെ ഏതെങ്കിലും അറിയാത്ത മാർഗത്തിലൂടെ പോകാം എന്നായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ എന്തായി, അവര് നമ്മുടെ സർക്കിളിൽ നിന്ന് പുറത്തു പോയി, ഉമ്മത്തിൽ നിന്നും പുറത്തു പോകും. ഉമ്മത്തിൽ നിന്നും ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എന്താ പറയാ, സൊസൈറ്റിയിൽ നിർത്താനാണ് അവർ നോക്കേണ്ടത്.
മാക്സിമം പിടിച്ചു നിർത്തുന്ന വിധത്തിൽ ചെയ്യണം. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ കടമുള്ള ആളിന് വേണ്ടി നബി മയ്യത്ത് നിസ്കരിച്ചില്ല. പക്ഷെ നബി എന്ത് പറഞ്ഞു? നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഞാൻ നിസ്കരിക്കൂല, നിങ്ങളാൾ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കുന്നതിന് പകരം എന്ത് ചെയ്താണ്? ടൈം നിർത്താൻ, ഞാൻ നിസ്കരിക്കുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് മറമാടിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെ സൊസൈറ്റിക്ക് അകത്ത് നിർത്തുന്നതിന് ഒരു ഇതുണ്ട്. ആ സൊസൈറ്റിയിലെ മൊത്തം പുറത്തേക്ക് പോകുന്നതിനേക്കാളും അയാൾ അകത്ത് നിർത്തുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ്. ഈ ജൂതരും ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളിൽ പെടും ഉസ്താദെ. അവര് വേദക്കാരല്ലേ? അങ്ങനെയാ അത്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് വേദക്കാർ. ഓക്കെ, അവര് വേദക്കാരാണെങ്കിലും അവരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ സ്വഭാവം ഷിർക്കാണ്, അവര് ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുഫ്ർ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വിവാഹം കഴിക്കാൻ, പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ബോർഡറാണ്, നേരത്തെ പറഞ്ഞുള്ള വിഷയങ്ങളാണത്. എന്നിട്ട് എന്നാൽ അതിന് റെക്കമെൻഡബിൾ അല്ല എന്നും ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വ്യാഖ്യാനം അതിന്റെ 2 തഫ്സീർ കേട്ടോ, 2 പണ്ഡിതന്മാരെ തഫ്സീർ ഞാൻ കേട്ടെ. അപ്പൊ അതില് ഒന്നിൽ പറഞ്ഞ ഇതാണ്, അതെന്തല്ല, അത് സർവതന്ത്ര സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ റെക്കമെൻഡബിൾ അല്ല, മറിച്ച് എന്താണ്, അത് അങ്ങനെ ഉണ്ട്, അനുവദനീയമാണ്, അത്രേ ഉള്ളൂ. എന്നാൽ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നും കൂടി പണ്ഡിതന്മാർ പറയും. കാരണം നിങ്ങളുടെ ഇത് സംഭവിക്കാം, പുരുഷന്മാരുടെ കുട്ടികളായി മാറുമ്പോൾ അത് തള്ള യഹൂദിയായിരിക്കും, പുരുഷൻ എന്താണ്, മുസ്ലിമാണ്. അപ്പൊ സ്വാഭാവികമായും തള്ളയിലെ വിശ്വാസം കുട്ടികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഇനി ഈ ഭർത്താവിനെ തന്നെയും അയാൾ മാറ്റാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അതാണ്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായിട്ട് തെളിവായിട്ട് പറഞ്ഞ് ഉലായിക യദ്ഉനാ എന്ന ഭാഗമാണ്. ഇതിന്റെ അവസാനം പറഞ്ഞ, അതിനെ തുടർന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഉലായിക യദ്ഉനാ. അപ്പൊ അവർ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞല്ലോ. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. അപ്പോൾ എല്ലാം കുഫ്ർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഫ്ർ ചെയ്തു എന്ന് പറഞ്ഞതോടൊപ്പം തന്നെയാണ് അവരെ വിവാഹം ചെയ്യാൻ അനുവാദം തന്നിട്ടുള്ളത്. അതേസമയം അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്, അവര് തൗറാത്തില് അല്ലെങ്കിൽ ഇഞ്ചീലില് വിശ്വസിക്കുന്ന ആളായിരിക്കണം. അവര് യഹൂദിയായ ജൂതനാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, അവരെ വിവാഹം കഴിക്കാൻ അനുവദനീയമാകുന്ന എപ്പോഴാണ്? അവര് തൗറാത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം. ക്രിസ്ത്യാനിയാണെങ്കിൽ പിന്നെ ബൈബിൾ വിശ്വസിക്കുന്ന ആളായിരിക്കണം, പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം. ജൂതനാണെങ്കിൽ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. അല്ല അയാള് മതനിരാസത്തിന്റെ ആളാണെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ദൈവ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് നമ്മുടെ തലമുറയ്ക്ക് പകർന്നെടുക്കാനും തലമുറയെ ശരിയായ രീതിയിൽ കാണിച്ച് വഴി നടത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും ശരിയായ മാർഗദർശനവും ശരിയായ സംഭാഷണത്തിന്റെയും വ്യക്തി സംഭാഷണത്തിന്റെയും പരിമിതികൾ അല്ലെങ്കിൽ അതിന്റെ കുറവ് കൊണ്ട് പലപ്പോഴും നമ്മുടെ തലമുറ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിധിയോളം അവരുമായി സൗഹൃദമായി നിലപാട് സ്വീകരിക്കുകയും നല്ല രീതിയിൽ അവരുമായി സംഭാഷണം നടത്തുകയും ചെയ്യുക മുഖേന പലപ്പോഴും നമുക്ക് അവരെ ശരിയായ പന്താവിൽ വഴി നടത്താൻ പറ്റും. ശരിയായ മാർഗദർശനം നമ്മിലൂടെ അവർക്ക് മാതൃക ലഭിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ അവരെ നമുക്ക് വഴി നടത്താൻ പറ്റും. അതിനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രയാസങ്ങൾ, സഹോദരന്മാരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ ഉള്ള സഹായം നൽകട്ടെ. സമാധാനം അവിടെയൊക്കെയും സമാധാനം പുലരാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തൊക്കെയും സമാധാനം നിലവിൽ വരാൻ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരിൽ ഖൽഖി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته.